അപ്പോ ഇന്ന് ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22. ഭൗമദിനത്തിന്റെ ഭാഗമായിട്ട് കേരള ശാസ്ത്ര പരിഷത്ത് ലൂക്ക സയൻസ് പോർട്ടൽ നടത്തുന്ന ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് അപർണ മർക്കോസ് ആണ്. അപർണ ലൂക്കയുടെ ആദ്യകാലം മുതലുള്ള ലൂക്കയുടെ സുഹൃത്താണ്. ഇന്നത്തെ അവതരണം നമ്മുടെ ഭാവിയെ കുറിച്ചാണ്. അപർണ ഗവേഷണം ചെയ്യുന്നത് ഈ മേഖലയിൽ തന്നെയാണ്. ഗ്രീൻ എനർജി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് അപർണ ഗവേഷണം ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നിന്നുള്ള ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആണ് അപർണയുടെ ഗവേഷണ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് അപർണ. ശാസ്ത്ര പരിഷത്തിന്റെ കുട്ടിക്കാലം മുതലേ ബാലവേദികളിലൂടെ യുവസമിതിയിലൂടെ വന്ന ഒരാളാണ്. ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റലോഗ്രഫിയെ കുറിച്ചൊരു പുസ്തകം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപർണയെ ലൂക്ക ടോക്കിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു റിസൻ. അപ്പോ നമുക്ക് സമയം കളയല്ല, തുടങ്ങാം. എൻ്റെ പേര് അപർണ. ഇന്ന് ഭൗമദിനത്തിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഊർജഭാവിയെ പറ്റിയാണ്. എന്തിനാണ് ഭൗമദിനത്തിൽ ഭൂമിയെക്കുറിച്ച് ഓർക്കേണ്ടുന്ന ഒരു ദിവസത്തിൽ നമ്മൾ നമ്മുടെ ഊർജഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ നമ്മുടെ ഊർജഭാവി ഭൂമിയുടെ ഭാവിയും തമ്മിലുള്ള എന്ത് ബന്ധമാണ് നമുക്കറിയാത്തത്? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആമുഖമായിട്ട് ഇവിടെ ഒരുപാട് പലതരം ക്ലാസ്സുകളിലുള്ളവരുണ്ട്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും ഒട്ടും കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരുമായിട്ടുള്ള ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ടോക്ക് കേൾക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് രണ്ടെങ്കിലുള്ള ആളുകൾ എന്നോട് ക്ഷമിക്കുക. അതിന്റെ ഇടയ്ക്കുള്ള ആളുകൾ കേൾക്കുക. എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനും ഇതിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കാം. അപ്പൊ ആമുഖമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഊർജം, നമ്മളുടെ ഊർജത്തിന്റെ തരങ്ങൾ, ഈ ഊർജം കൊണ്ടുണ്ടാവുന്ന എമിഷനുകൾ, ഊർജം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള വാതകങ്ങളാണ് പുറത്തേക്ക് തള്ളപ്പെടുന്നത്, ആ വാതകങ്ങൾ തള്ളപ്പെടുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം, ഇതാണ് ആമുഖത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, മൊത്തം ഭൂമി പിന്നെ മനുഷ്യർ, അവരാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ മൊത്തം ഭൂമി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇത് കാണാം. നമ്മുടെ മൊത്തം ഭൂമിയുടെ ഊർജം അല്ലെങ്കിൽ എനർജിന്റെ ഉപയോഗം എന്ന് പറയുന്നത് 3600 എക്സാ ജൂളാണ്. നിങ്ങൾ ഈ ടെർമിനോളജിന്റെ അവസാനം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതിന്റെ ആശയം ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മതി. 3600 എക്സാ ജൂളാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഈ സസ്യജന്തുജാലങ്ങളുടെ ഒക്കെ മൊത്തം ഭാരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ഒരു അംശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും ഇല്ല. 1% തന്നെ 100-1 നമ്മളുള്ളൂ. നമ്മൾ അത്രയും ചെറുതാണ്. ആ നമ്മളാണ് ഏതാണ്ട് 16% ഊർജവും ഉപയോഗിക്കുന്നത്, ഈ മൊത്തം ഊർജത്തിന്റെ. അപ്പൊ അവിടെ ഒരു വലിയ ഡിസ്പാരിറ്റി ഉണ്ട്. ബാക്കിയുള്ള എല്ലാ സസ്യജന്തുജാലങ്ങളും ഉപയോഗിക്കുന്നത് സൂര്യന്റെ ഊർജം നേരിട്ടാണ്. വളരെ ആ ഊർജത്തിൽ നിന്നുള്ള ഡെറിവേറ്റീവുകളായിട്ടുള്ള ആ ഊർജം, മറ്റേ പശുക്കള് ആദ്യം സസ്യങ്ങള് സൂര്യപ്രകാശം വലിച്ചെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. ആ ഭക്ഷണം പശുക്കളൊക്കെ തിന്നുന്നു, അല്ല പശുക്കളെ പോലെയുള്ള ജന്തുക്കൾ, അടുത്ത ലെവലിലുള്ള ജന്തുക്കൾ കഴിക്കുന്നു. അങ്ങനെയുള്ള ഊർജ ഉപയോഗത്തിന്റെ ഇടയ്ക്കാണ് നമ്മള് ഭൂമിക്ക് പരിചയമില്ലാത്ത ഒരു ഊർജം ഉപയോഗിക്കുന്ന ആളുകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഊർജം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷ താപനിലയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കണക്കാണ്. നമ്മുടെ അന്തരീക്ഷ താപനില നമ്മൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർജം എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട -18 ഡിഗ്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വിറച്ച് ചാവേണ്ടുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഭൂമിക്ക് ഉണ്ടാവേണ്ടത്. -18 ഫ്രിഡ്ജിനകത്തുള്ള ടെമ്പറേച്ചറും അല്ല, അതിന്റെ താഴെ. അതെന്തുകൊണ്ടാണ് അത്രയും ചെറിയ ടെമ്പറേച്ചർ ആണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടതെങ്കിലും നമ്മുടെ ഭൂമിയുടെ ശരിയായിട്ടുള്ള ആവറേജ് താപനില എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് കണക്ക് കൂട്ടിയതിനേക്കാൾ 33 ഡിഗ്രി കൂടുതൽ. ഇത് എവിടുന്ന് വന്നു? ഇതിന് കാരണമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന വേറെ ആയിട്ടുള്ള സംയുക്തങ്ങൾ
ഈ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ പിടിച്ചെടുക്കും. പിടിച്ചെടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും? സൂര്യപ്രകാശം വീണ്ടും വീണ്ടും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വിടുകയും അത് വീണ്ടും അബ്സോർബ് ചെയ്യുകയും ചെയ്തിട്ട് നമ്മുടെ ഭൂമിയുടെ ചൂട് കൂട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭൂമിക്ക് ഈ 33 ഡിഗ്രി ചൂട് കൂടിയിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞൊന്ന് മനസ്സിലായല്ലോ. നമ്മുടെ അന്തരീക്ഷത്തില് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ ശരിക്കും ഉണ്ടാവേണ്ടത് -18 ഡിഗ്രിയാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. ഈ താപനിലയുടെ വ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണ്. ഇതാണ് ഭൂമിയെ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇടമാക്കി മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. പക്ഷെ നമ്മുടെ ഈ ഇടയായിട്ടുള്ള നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗം, ഞാൻ പറഞ്ഞത് നമ്മളാണ് 600 എക്സാജൂളോളം ഊർജം ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഈ ഊർജ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ധാരാളം ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, കാർബൺ ഡൈ ഓക്സൈഡ്, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മൾ പുറത്തേക്ക് വിട്ടു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചൂട് പതുക്കെ കൂടി ഏതാണ്ട് 1 ഡിഗ്രിയോളം കൂടി നിൽക്കുക. അപ്പോ ഇത് നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അതിന്റെ ഒരു കണക്കാണ്. ഇത് ഒരു 1860 തൊട്ട് 2020 വരെയുള്ള കണക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1860 വളരെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ 15 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് താഴെയായിരുന്നു. ഈ 0 എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ല, 15 ഡിഗ്രി നമ്മൾ വ്യത്യാസമാണ് കാണിക്കുന്നത്. അതിൽ കുറച്ച് താഴെയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ അത് കൂടി ഏതാണ്ട് 1.2 ഡിഗ്രിന്റെ അടുത്ത് നിൽക്കുകയാണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്ട് 280 പാർട്സ് പെർ മില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് 280 പാർട്സ് പെർ മില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ്. അതിപ്പോ കൂടിയിട്ട് 420 പാർട്സ് പെർ മില്യൺ ആയിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ ഡബിൾ ആയി. ടെമ്പറേച്ചർ ഏതാണ്ട് 1.2 ഡിഗ്രിയോളം കൂടി. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ചൂട് കൂടാനുള്ള കാരണം. പക്ഷെ എന്നാലും വേറെയും ധാരാളം പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ എറയ്ക്ക് ശേഷമാണ് വളരെ പെട്ടെന്നുള്ള ഈ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ളത്. ഇപ്പൊ പലതരം ഗ്ലോബൽ വാർമിംഗ് പ്രൊജക്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ ടെമ്പറേച്ചർ കൂടി വരാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2100 ആകുമ്പോഴേക്കും, നിങ്ങൾ ഇവിടെ നോക്കിക്കോ, 2100 ആകുമ്പോഴേക്കും നമ്മുടെ ടെമ്പറേച്ചർ മൊത്തം കൂടി ഏതാണ്ട് 5 ഡിഗ്രിയോളം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വേറെ കാൽക്കുലേഷൻ ആണ്. പക്ഷെങ്കിൽ ആര് കൂട്ടി നോക്കിയിട്ടും നമ്മുടെ ടെമ്പറേച്ചർ കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്താണ് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിപ്പോയുള്ള കുഴപ്പം? നമ്മൾ ഇവിടെ ഊർജത്തിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ട് ഈ ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെങ്കിൽ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ മൊത്തം ഭൂമിയുടെ ചൂട് 1 ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് 20 തൊട്ട് 30 മില്യൺ വരെയുള്ള ആളുകൾക്ക് വീടില്ലാണ്ടാവും. കാരണം വെള്ളപ്പൊക്കം കാരണം ചില സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് ഒന്നും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഇതിന്റെയൊക്കെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാം അല്ലെ. പലരും വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ തന്നെ അനുഭവിച്ചവരായിരിക്കും. അപ്പൊ ആദ്യത്തെ ഒരു വർഷം വരുമ്പോ എല്ലാരും പറയും, ഓ ഇങ്ങനത്തെ പ്രളയം പണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമാണെന്ന്. പക്ഷെ എല്ലാ വർഷവും പ്രളയം വരുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് പണ്ടത്തെ പോലെ അല്ലല്ലോ, പറഞ്ഞെടുത്തൊന്നും കണക്ക് നിൽക്കുന്നില്ലല്ലോ. അപ്പോ ഇങ്ങനെ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടാവുകയും വീട് വിട്ടു പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നവരെയാണ് നമ്മൾ ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത്. ഇത് 1 ഡിഗ്രി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതേസമയം ഇത് 1.5 ഡിഗ്രിന്റെ മേലേക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂടിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് 50 തൊട്ട് 80 മില്യൺ വരെ ആകും. ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും നമ്മൾ ഈ അവസ്ഥയിൽ എത്തും എന്നാണ് പറയുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1 ബില്യൺ. അപ്പൊ ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു മനസ്സിലാവണ്ടാവില്ല, ഇത് എന്താണ് ഈ കണക്കെന്ന്. ഏതാണ്ട് 4 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ മൊത്തം ചൂടിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന അത്രയും ആളുകൾ, നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ അത്രയും ആളുകൾ ലോകത്തെ എല്ലായിടത്തുമായിട്ട് വീടില്ലാത്തവരും താമസിക്കാൻ പറ്റാത്തവരും ഭക്ഷണം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ചൂടിന്റെ വേവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാര്യം ഇപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഏതോ ഒരു കാരണം കൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ കാരണം എന്ന് നമ്മൾ ഏതാണ്ടെന്ന് കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എങ്ങനെയാണ് കൂടുന്നത്?
കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ടാക്കിൾ ചെയ്യണം. ഇത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1995 കുറെ രാജ്യങ്ങളെല്ലാം കൂടി ഈ യുണൈറ്റഡ് നാഷൻസിന്റെ ഒരു യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCC എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്രത്യേക വിഭാഗം രാജ്യങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗില് ഈ സ്റ്റഡിയൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗമാണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസല്, ഓയില് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇതിന്റെയൊക്കെ ഉപയോഗമാണ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാനും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് വഴി നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടാനും, അതുവഴി ഭൂമിക്ക് നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീരാനും കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില മൈൽ സ്റ്റോൺസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 1995 ബെർലിനിലാണ് തുടങ്ങിയത്. ഇതിനെ നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് 1998 ക്യോട്ടോ പ്രോട്ടോകോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് നമ്മൾ പാരീസിലുള്ള 2015. അപ്പൊ ഈ എഗ്രിമെന്റ് ഒക്കെ എന്താണ് ബേസിക്കലി? ഇപ്പൊ ഇന്ത്യ പോയിട്ടുണ്ട്, പല രാജ്യങ്ങൾ പോയിട്ടുണ്ട്. ഇവരൊക്കെ പോയിട്ട് അവിടെ ഒരു ഒപ്പ് വെച്ചിട്ടുണ്ട്. എന്തെന്നാണ് അവർ ഒപ്പ് വെക്കുന്നത്? ഞങ്ങൾ ടെമ്പറേച്ചർ ഭൂമിയുടെ മൊത്തം ടെമ്പറേച്ചർ 2 ഡിഗ്രി കുറയ്ക്കാൻ അല്ലെങ്കിൽ 3 ഡിഗ്രി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കോളാം. അപ്പൊ എങ്ങനെയാണ് ഈ ശ്രമം നടത്തുന്നത്? ഊർജത്തിന്റെ ഉപയോഗം കുറയ്ക്കും, അല്ലെ? പക്ഷെ ഊർജത്തിന്റെ ഉപയോഗം ഈ മേലെ പറഞ്ഞ പോലെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു സെനാരിയോ ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ നമ്മളെ പലപ്പോഴും ശാസ്ത്രാജ്യ പരിഷത്ത് ആയിക്കോട്ടെ, വേറെ പല രീതികളിൽ കൂടിയും പല പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കും. അതുപോലെ നിങ്ങൾ എന്താ പറയുന്നത്, എ സി വെക്കണോ, നിങ്ങൾക്ക് AC യുടെ ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ സോളാർ പാനൽ പിടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഇത് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത്, അതിലേക്ക് എത്തുന്നത്? അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ഊർജ്ജ ഉപയോഗം ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഊർജ്ജ ഉപയോഗം. ഇപ്പൊ 1950 നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഊർജ്ജത്തിന്റെ ഉപയോഗം 75 എക്സാ ജൂൾസിലും താഴെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ലോകത്തിന്റെ ഊർജ്ജ ഉപയോഗം. പക്ഷെ ഇവിടേക്ക് നോക്കൂ, 2023 നോക്കൂ, നമ്മുടെ മൊത്തം ഊർജ്ജം എത്രയോ കൂടുതലാണെന്ന് കാണാൻ പറ്റും. 600 എക്സാ ജൂളാണ് മൊത്തം ഊർജ്ജ ഉപയോഗം വരിക. അപ്പൊ ഇതിനകത്ത് ഈ 2023, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 150 എക്സാ ജൂളിന് മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രൂഡ് ഓയിൽ തന്നെ. അതിന്റെ തൊട്ട് താഴെയാണ് കൽക്കരി, അതിന്റെ തൊട്ട് താഴെയാണ് നാച്ചുറൽ ഗ്യാസിന്റെ ഉപയോഗം, അതിന്റെ തൊട്ട് താഴെയാണ് ക്ലീൻ എനർജി, ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഉള്ള എനർജിയുടെ ഒക്കെ ഉപയോഗം. ഇപ്പോഴുള്ള ഈ എനർജിയുടെ ഉപയോഗത്തിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഏതൊക്കെ ഊർജങ്ങളാണ് നമ്മുടെ ഭാവിയിലേക്ക് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഇനി ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ നമ്മുടെ ഊർജത്തിന്റെ ഭാവിയെ പറ്റി. ഈ ഊർജ ഭാവിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ചില ടെർമിനോളജീസ് പഠിക്കേണ്ടത്. നമ്മുടെ ഈ ടെർമിനോളജീസ് നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റെപ്സ്, APS, NZD എന്ന് കാണാൻ പറ്റും. ഇനി ഞാൻ കാണിക്കുന്ന പല സ്ഥലത്തും ഇത് കാണാൻ പറ്റും, ഞാൻ കാണിക്കുന്ന അപ്കമിങ് സ്ലൈഡുകളിൽ. ഈ സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ COP21 അല്ലെങ്കിൽ മറ്റേ യുണൈറ്റഡ് നേഷൻസ് ഒരു സംഘടന രൂപീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ സംഘടനയുടെ കണക്കനുസരിച്ച് നമ്മളിപ്പോ ഇന്ത്യ പോയപ്പോഴും പല രാജ്യങ്ങൾ പോയപ്പോഴും ഒക്കെ ചില ഊർജ ഉപയോഗം കുറയ്ക്കാം എന്നുള്ള ചില ഒപ്പുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ഞങ്ങൾ ചില പോളിസികളിലൊക്കെ മാറ്റം വരുത്താം, ഞങ്ങള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂട്ടാം, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ ഇപ്പൊ ഓയിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കാം, ഞങ്ങൾ ട്രെയിനുകളിൽ ഓയിലിന് പകരം പെട്രോൾ മാത്രം ഉപയോഗിക്കാണ്ട് അതിനകത്ത് കുറച്ച് ബയോ ഫ്യൂവൽ കൂടി ആഡ് ചെയ്യാന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒപ്പിട്ട് കൊടുത്തതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ എത്തുന്നതാണ് ഈ സ്റ്റെപ്സ്. ഇത് 2050 ആകുമ്പോൾ നമ്മൾ എവിടെ എത്തുന്നതാണ് ഈ സ്റ്റെപ്സ് എന്ന് കാണിക്കുന്നത്. സ്റ്റേറ്റഡ് പോളിസി സെനാരിയോ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒറ്റ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാതെ നമ്മൾ ഇപ്പോൾ ഊർജം ഉപയോഗിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തും. APS
അനൗൺസ്ഡ് പ്ലെഡ്ജ് സെനാരിയോ. ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ടുള്ള ഈ കോപ്പ് മീറ്റിംഗിൽ ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് നമ്മൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെ എഗ്രിമെന്റിലൊന്നും സൈൻ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പാലിച്ചാൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളതാണ്. ഇനി നെറ്റ് സീറോ എമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊർജം ഉപയോഗം നെറ്റ് സീറോ, ആകെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ചെയ്ത് നമ്മുടെ ഊർജ ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളതാണ് NZE എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റഡ് പോളിസി സെനാരിയോ, മാറ്റമില്ലാതെ പോയാൽ നമ്മൾ എവിടെ എത്തും. എല്ലാവരും പറയുന്നതൊക്കെ, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ രാജ്യങ്ങളെയാണ്. രാജ്യങ്ങളൊക്കെ പറഞ്ഞത് പാലിച്ചാൽ എവിടെ എത്തും. നെറ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടും 0 എമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ എവിടെ എത്തുന്നു. ഇപ്പൊ 2050 കണക്ക് നോക്കുക, നമ്മൾ മാറ്റമില്ലാതെ ഇപ്പൊ പറഞ്ഞതൊക്കെ വെച്ച് മാത്രം പോവുകയാണെങ്കിൽ നമ്മുടെ ഓയിലിന്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. നമ്മൾ ആ ഓയിൽ ഏതാണ്ട് അത്രയും തന്നെ ഉപയോഗിക്കും. അതേസമയം നമ്മൾ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ എമിഷൻ കുറവുള്ള എനർജികൾ, കാർബൺ എമിഷൻ ഇല്ലാത്ത എനർജിയുടെ ഉപയോഗം കൂട്ടും. അതേസമയം നമ്മൾ വളരെ നന്നായിട്ട് ഏറ്റവും ഐഡിയൽ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലോ നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗം കുറയും. അപ്പോൾ നമ്മുടെ ഊർജത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഭൂമിയുടെ ഭാവി ഊർജത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ പോളിസികളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ്. എവിടെ നിന്നാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്, എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എന്നുകൂടി നോക്കാം. ഇപ്പൊ ക്രൂഡ് ഓയിൽ, ഇപ്പൊ എല്ലാവർക്കും ക്രൂഡ് ഓയിൽ എന്താണെന്നറിയാം. ഇവിടെ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷ ആളുകൾക്കും ക്രൂഡ് ഓയിൽ എന്താണെന്നറിയാം. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഇന്ധനമാണ്. അത് കറുത്ത ഒരു ദ്രാവകമാണ്. ഈ ദ്രാവകം ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്ന കുറെ സംയുക്തങ്ങളും നോൺ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്ന പലതരം സംയുക്തങ്ങളും കൂടിയിട്ടുള്ള കണ്ട ടാറ് പോലെ തന്നെ ഇരിക്കുന്ന കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ ഇതാണ് നമ്മൾ നമ്മുടെ എല്ലാ ഊർജ ഉപയോഗങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ. ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഇതിനെ വിളിക്കാനുള്ള കാരണം എന്താ? ഇത് ഫോസിൽ ഉണ്ടാകാൻ ഇത് വളരെ പണ്ട് ഭൂമിക്കടിയിൽ പെട്ടുപോയിട്ടുള്ള നമ്മുടെ കടലിലെ ഉണ്ടാവുന്ന ആൽഗയും ബയോമാസും അതുപോലെ മരങ്ങളും എല്ലാം ഭൂമിക്കടിയിൽ പെട്ട് വർഷങ്ങൾ കൊണ്ട് ചൂട് കൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഫോം ചെയ്തിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനത്തെ ഇന്ധനങ്ങളാണ് നമ്മൾ പൊതുവിൽ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള അതിലൊന്നാണ് ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിനെ വേർതിരിച്ചിട്ടാണ് നമ്മൾ പെട്രോളും കെറോസിനും ഡീസലും ഒക്കെ ആക്കുന്നത്. എങ്ങനെ വേർതിരിക്കുക? നമ്മളൊരു ഫർണസിൽ ഇതൊക്കെ ചൂടാക്കും. ആരും ക്രൂഡ് ഓയിൽ വീട്ടിൽ ചൂടാക്കരുത്. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഇത് ചൂടാക്കുന്നത്. ക്രൂഡ് ഓയിൽ ഒരു വലിയ ഒരു ഫർണസിൽ ഒരു ചെറിയൊരു കുഴലിൽ കൂടെ കടത്തിയിടും. അപ്പൊ നമ്മളത് ഭയങ്കരമായിട്ട് ചൂടാക്കും. ഈ ചൂടാക്കുന്ന സമയത്ത് ഓരോ ടെമ്പറേച്ചർ, നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചർ കാണാൻ പറ്റും. 20 ഡിഗ്രി എത്തുമ്പോൾ ബ്യൂട്ടൈൽ ആകും. 200 ഡിഗ്രിയിലാണെങ്കിൽ അത് കെറോസിൻ ആയിട്ട് മാറും. 300 ഡിഗ്രിയിലാണെങ്കിൽ ഡീസൽ ആയിട്ട് മാറും. ഈ പ്രോസസ് ഒക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കുറച്ചും കൂടി വലുതാണ്. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊക്കെ ഏതാണ്ട് ഒരു 6 മാസം കൊണ്ടാണ് ഇതൊക്കെ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ആലോചിക്കാം. നമ്മൾ ചൂടാക്കി ഇതൊക്കെ വേർതിരിച്ചെടുക്കും. അപ്പൊ ഈ വേർതിരിച്ചെടുക്കുന്ന സാധനത്തിൽ ഒന്നാണ് നമ്മുടെ ഗ്യാസലൈൻ അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും പെട്രോൾ എന്താണെന്ന് അറിയാലോ. ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞു നമ്മൾ ഊർജ്ജം. ഈ പെട്രോൾ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലത്തെ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നമ്മുടെ ഊർജ്ജത്തിൽ നിന്ന് എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പെട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അവിടെ കുറെ ഹൈഡ്രജനും കുറെ കാർബണും കൂടി ചേർന്നാണ്. കണ്ടല്ലോ, ഇതാണ് നമ്മൾ പറഞ്ഞ പെട്രോൾ എന്ന് പറയുന്ന സാധനം. ഇത് വേർതിരിച്ചെടുത്തിരിക്കുന്നതാണ് ക്രൂഡ് ഓയിൽ. ഈ വേർതിരിച്ചെടുത്തിരിക്കുന്ന സാധനത്തിനകത്ത് കണ്ട് 8 കാർബൺ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബൈക്കിനകത്തും കാറിനകത്തും അല്ലെങ്കിൽ വേറൊന്നിനകത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇത് കത്തിക്കല. ഒരു പിസ്റ്റൺ ഉണ്ടാവും. നമ്മൾ ആ പിസ്റ്റണിലേക്ക് ഇത് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിന് ടെമ്പറേച്ചർ ഉണ്ട്, ചെറിയൊരു സ്റ്റാർട്ടർ ഉണ്ട്. അത് ഉപയോഗിച്ച് തീ കൊടുക്കുന്ന സമയത്ത് ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാറും ബൈക്കും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ചൂടായി കത്തുമ്പോൾ ഉണ്ടാവുന്നതാണ് 8 കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് വളരെ നീറ്റ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണെങ്കിൽ 8 കാർബൺ ഉള്ള ഒരു സാധനം കത്തി കഴിയുമ്പോൾ 8 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും.
ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ ഊർജം നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭൗമദിനത്തിൽ നമ്മൾ ഊർജത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഇവിടെയാണ്. ഇപ്പൊ ഭൂമിക്ക് അപകടം ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും നമ്മൾ ഉപയോഗിക്കുന്ന ഡീസലും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസും ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഭൗമദിനത്തിൽ ചെയ്യേണ്ടത്. അത് കുറച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭൂമിയായിട്ട് നിലനിർത്താൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോ കോള്, അതായത് കൽക്കരി ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1 വാട്ട്, 1 യൂണിറ്റ് കറണ്ട്. 1 യൂണിറ്റ് കറണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ഹീറ്റർ നിങ്ങൾ ഒരു യൂണിറ്റ് 1 മണിക്കൂർ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. ഏതാണ്ട് 1 യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കും. 1 കിലോ വാട്ട് അവർ യൂണിറ്റ് ഉള്ള ഒരെണ്ണാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ 1 മണിക്കൂർ അത് കത്തിച്ച് ചൂടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് അത് ഉണ്ടാവുന്നത് കൽക്കരി കത്തിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 1 കിലോഗ്രാം ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നതിന് ഏതാണ്ട് കണക്കാണ്. കാരണം അത്രയും 1 യൂണിറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ 1 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും കൽക്കരി നമ്മൾ കത്തിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കുക, ഈ സോളാർ, നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ടുള്ള സോളാർ, അതായത് നമ്മുടെ സൗരോർജ്ജ പാനലുകൾ, അതെല്ലാവർക്കും അറിയാം. സൗരോർജ്ജ പാനലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏതാണ്ട് 38 ഗ്രാമോളെ വരുന്നുള്ളൂ. 1 കിലോ വരുന്നില്ല, വെറും 38 ഗ്രാം. ഇനി വിൻഡ് ആണെങ്കിലോ അതിലും കുറവാണ്. ജിയോ തെർമൽ പവർ ആണെങ്കിലും അതിലും കുറവാണ്. ഇനി വാട്ടർ പവർ, അതായത് ഹൈഡ്രോ, നമ്മുടെ കേരളത്തിൽ നമ്മൾ ഏതാണ്ട് ഒരു 60-70% നമ്മുടെ ഇലക്ട്രിസിറ്റി വരുന്നത് ഹൈഡ്രോയിൽ നിന്നാണ്. അപ്പൊ ഈ ഹൈഡ്രോ അതിലും കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു കുറവാണെങ്കിൽ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ എന്ന് തോന്നും. ഇതിന് കാരണം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഓക്കെ, അതായത് നമുക്ക് ഊർജം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിച്ചിട്ടുള്ള കമ്പി, അതുപോലെ നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന മോട്ടർ, ടർബൈൻ, മറ്റേ വലിയ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ അതിഭീമൻ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ള കാർബൺ, ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണക്ക് എടുത്തിരിക്കുന്നത്. കാർബൺ ഫുട് പ്രിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ഊർജ ഉപയോഗവും ഭൗമദിനവും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1901 തൊട്ട് 2017 വരെയുള്ള ഭൂമിയുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഏതാണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് 1901 ഭൂമിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവാണ്. നമ്മളത് ഈ 2017 വരുമ്പോഴത്തേക്കും ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഇത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഇനി പല സമയത്തും പലതരത്തിലുള്ള മിത്തുകളൊക്കെ ഇല്ല, നമ്മൾ ഐസേജിലേക്ക് പോവാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് ഞാൻ പല സമയത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ട ഡാറ്റകളിൽ നിന്നുള്ള പഠനത്തിൽ നിന്നുള്ളതായിരുന്നു. നമുക്കിനി വേറൊരു രക്ഷയില്ല, നമ്മൾ ഊർജോപയോഗം കുറയ്ക്കേണ്ടത്. നമ്മുടെ എമിഷൻ വളരെ വേഗം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ തീരുമാനിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഊർജ ഉപയോഗത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ടോക്കിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഊർജ അവലോകനം. നമ്മുടെ ഊർജ ഉപയോഗത്തിന്റെ യഥാർത്ഥ കണക്കുകളിലേക്ക് വരാം. നമ്മൾ വ്യത്യസ്ത മേഖലകളിലുള്ള ഊർജ ഉപയോഗം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇപ്പൊ ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, ഇതാണ് 3 പ്രധാനപ്പെട്ടിട്ടുള്ള ഊർജ ഉപയോഗ സങ്കേതങ്ങൾ. ഇപ്പൊ ബിൽഡിങ്ങുകളിൽ ഉള്ള ഊർജം നോക്കൂ, നിങ്ങൾ ഇത് നോക്കാം. 2023 എഴുതിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഊർജ ഉപയോഗം. ആ ഊർജത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫോസിൽ ഫ്യൂലുകൾ ഉണ്ട്, റിന്യൂവബിൾ എനർജി ഉണ്ട്, അതുപോലെ തന്നെ അതർ എനർജികളും ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലെ ഇലക്ട്രിസിറ്റിയുടെ എനർജി കൂടും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിന്റെ അളവ് കുറയില്ലേ. എങ്ങനെയാണ് ബിൽഡിങ്ങുകളിൽ ഫോസിൽ ഫ്യൂലുകൾ ഉപയോഗിക്കുന്നത്?
ഞാനിങ്ങനെ എഴുതുമ്പോ പല ആളുകൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചൂടാക്കാൻ കൂളാക്കാൻ ഒക്കെ നമ്മൾ ചില സമയത്ത് ബിൽഡിങ്ങുകളിലേക്ക് ചൂടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ മറ്റേ ഹീറ്ററുകൾ ഉപയോഗിക്കും. അത് നമ്മൾ ഇന്ത്യയിലൊന്നും നമ്മൾ അങ്ങനെ വ്യാപകമായിട്ട് ഹീറ്ററുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ തണുപ്പുള്ള ഇടങ്ങളിൽ നമ്മൾ ഡീസൽ കത്തിച്ചും പെട്രോൾ കത്തിച്ചും ഒക്കെ ഈ ഹീറ്റിംഗ് പാഡുകൾ വീടുകളിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനകത്തൊക്കെ വളരെയധികം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ബിൽഡിങ്ങുകളിലെ ഊർജ്ജം. ഇനി ഈ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടല്ലോ, ഊർജ്ജ സംക്രമണ പ്രതിരോധ വ്യവസ്ഥ. വളരെ കഷ്ടപ്പെട്ട് മലയാളത്തിലാക്കിയതാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, ഇത് രണ്ടും 2023 കണക്ക് നോക്കൂ. ഇതിനകത്ത് കൂടുതലും ഉപയോഗിക്കുന്ന എന്താണ്? ഫോസിൽ ഫ്യൂലുകളാണ്. ഇവിടെ നോക്കൂ, ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ ഇനി മാത്രം പറയാനൊന്നുമില്ല. പെട്രോൾ ഒഴിച്ചിട്ടും ഡീസൽ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഈ ബിൽഡിങ്ങുകൾ കുറെയൊക്കെ മാറ്റത്തിന് തയ്യാറാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഓടി ചൂടാക്കാം, കാരണം ഹീറ്റർ വെച്ചാൽ മതിയല്ലോ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള ചൂടാക്കാനും പിന്നെ തണുപ്പിക്കാനും ഒക്കെ AC-ക്കും എല്ലാത്തിനും ഇലക്ട്രിസിറ്റി മതി. അതൊക്കെ എവിടുന്ന് വേണമെങ്കിലും കിട്ടും. പക്ഷെ ഇൻഡസ്ട്രികളും ട്രാൻസ്പോർട്ടിലേക്കും വരുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പല ഇൻഡസ്ട്രികളും വലിയ ചൂട് വേണ്ട ഇൻഡസ്ട്രികളാണ്. ഉരുക്കണം, തിളപ്പിക്കണം, പിന്നെ വലുതാക്കണം. ഇങ്ങനത്തെ ഇൻഡസ്ട്രികളിലേക്കൊക്കെ കറണ്ടും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ആവശ്യത്തിന് കിട്ടില്ല. അതേസമയം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടും. ഇപ്പൊ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നു, ഓ ഞാനൊരു ഇലക്ട്രിക് വെഹിക്കിൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്, എന്റെ കാര്യം സെറ്റ് ആണെന്നായിരിക്കും. പക്ഷെങ്കിൽ ഈ പേഴ്സണൽ ട്രാൻസ്പോർട്ട് വെഹിക്കിളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കൂടുതലും പറയുന്നത് ഏവിയേഷൻ. എങ്ങനെ നമ്മൾ കറണ്ടിന്റെ മറ്റേ ബാറ്ററി വെച്ചിട്ട് വിമാനം പറത്താൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. വിമാനം പറത്തണമെങ്കിൽ എത്ര വലിയ ബാറ്ററി വേണം, പിന്നെ ബാറ്ററിയും കൊണ്ട് പറത്തേണ്ടി വരുമായിരിക്കും തന്നെ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എടുക്കാം, കപ്പലില് ബാറ്ററി ചാർജ് ചെയ്ത് കപ്പലും കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. സോ ഇവരൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഡീകാർബണൈസേഷൻ റെസിസ്റ്റന്റ് സെക്ടേഴ്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്മള് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാത്തിനും കാരണം അത് കുറയ്ക്കണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റാത്ത റെസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യവസായങ്ങളാണിത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഇനി കണക്കിലേക്ക് നിൽക്കാം. നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രികളിലേക്ക് ഊർജ്ജ ഉപയോഗം കൂടിക്കൂടി വരികയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ 4 ഡിഗ്രി അല്ല 5 ഡിഗ്രി അല്ല അതിന്റെയൊക്കെ മേലെ പോകും. അതേസമയം നമ്മുടെ ഊർജ്ജ ഉപയോഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമല്ല, രാജ്യങ്ങളും ഗവൺമെന്റുകളും കൂടിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഊർജ്ജ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടും ഫോസിൽ ഫ്യൂവലിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു വലിയൊരു ഭാഗം നമുക്ക് കുറച്ചിട്ട് നെറ്റ് സീറോ എമിഷനിലേക്ക് വരാൻ പറ്റും. നെറ്റ് സീറോ എമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പെട്രോളും കുറച്ചതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആകെ മുഴുവൻ ഉള്ള എടുത്ത് നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മൊത്തം എമിഷൻ 0 ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞു റിന്യൂവബിൾ. എന്താണ് റിന്യൂവബിൾ എനർജി? അപ്പോ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞു, അതൊക്കെ ഭൂമിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണെന്നാണ്. അതിനൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അതാണ് അത് മാത്രമല്ല പുതുക്കാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബയോമാസ്. ഇപ്പൊ ബയോമാസ് എന്ന് പറയുമ്പോൾ 2 തരം ബയോമാസ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ദിവസവും നമ്മുടെ ദൈനംദിന ഊർജ്ജ ഉപയോഗത്തിൽ നിന്ന് ധാരാളം വേസ്റ്റ് വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഊർജ്ജമാക്കി മാറ്റാം എന്നുള്ളതാണ് ഒന്ന്. 2 സൂര്യപ്രകാശം. ഇപ്പൊ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും സോളാർ സെല്ലൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യന്റെ എനർജി ഒരു 10-30 വർഷത്തേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് 2. പിന്നെ ജിയോ തെർമൽ, ഭൂമിയുടെ അടിയിലുള്ള ഭൂമിയുടെ ചില സ്ഥലത്തുള്ള ചൂട് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ആ ചൂടിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റും, ടർബൈൻ കറക്കി. പിന്നെ ഒന്ന് വിൻഡ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നോക്കാം 2023 2035 ഊർജ ഗ്ലോബൽ ക്ലീൻ പവർ ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഭാവി ക്ലീൻ പവർ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇപ്പൊ സോളാറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ സോളാർ കുറച്ചും കൂടി വളരും. ഇത് 2023 അവസ്ഥയാണ്. ഈ ഗ്രോത്ത് ഇത് 2023 അവസ്ഥയാണ്. വളരെ വലിയ ഗ്രോത്ത്. ഇത് സ്റ്റെപ്സ്, അതായത് നമ്മൾ ഈ പോകുന്ന പോലെ തന്നെയാണ് പോകുന്നതെങ്കിലും ഇത്രയും ഏതാണ്ട് 10ഓളം വളരും സൗരോർജം. അതേസമയം നമ്മൾ നെറ്റ് സീറോ എമിഷൻ എന്നുള്ള ടാർഗറ്റോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ളത് നമ്മുടെ സൗരോർജ്ജമാണ്. ഇനി വിൻഡ് എടുത്തു കഴിഞ്ഞാലും വിൻഡിലും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെറ്റ് സീറോ എമിഷൻ ഉള്ള സെനാരിയോയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതും നന്നായിട്ട് വളരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ ആൻഡ് അമോണിയം. ഇതിനെക്കുറിച്ച് നമുക്ക് വരുമ്പോൾ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, ഹൈഡ്രജന്റെ ഗ്രോത്ത് വളരെ കുറവാണ്. ഇതിനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. ഇനി മറ്റൊന്നാണ്, ഇത്രയും നേരം നമ്മൾ പല 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 സമയത്തായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ റിന്യൂവബിൾ എനർജിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ജിയോ തെർമൽ എനർജി ഉണ്ട്, അതുപോലെ സൗരോർജ്ജ പാനലുകൾ വളരുന്നു. ഈ സൗരോർജ്ജ പാനലുകൾ വളരുന്നു പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ സൗരോർജ്ജ പാനലുകൾ ഉണ്ടാക്കണം. സൗരോർജ്ജ പാനലുകൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? സൗരോർജ്ജ പാനലുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ സൗരോർജ്ജ പാനലുകൾ ഉണ്ടാക്കാൻ നമുക്ക് സിലിക്ക അതായത് മണല് ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എന്തുണ്ടാക്കണം, ഒരു വേഫർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും. ഈ വേഫർ ഉണ്ടാക്കുന്ന ഒരു ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സാണ്. അപ്പൊ ഈ വേഫർ ഇപ്പൊ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോ ഇങ്ങനത്തെ അതുപോലെ തന്നെ ഇപ്പൊ ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ ലിഥിയം മണ്ണിൽ നിന്ന് കുഴിച്ച് തന്നെ എടുക്കണം, നിക്കൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കണം, കോബാൾട്ട് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കണം. അതുപോലെ ഗ്രാഫൈറ്റ് ഉണ്ട്. ഇനി വിൻഡ് ആണെങ്കിൽ ടർബൈൻസ് ഉണ്ടാക്കണം. ഇപ്പൊ ടർബൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു പ്രത്യേക രീതിയിലുള്ള ഫൈബർ ഉണ്ടാക്കണം. ആ ഫൈബർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിൻഡ് ടർബൈൻ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഒരു 5-6 നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കണം. അതിനകത്ത് പവർ ഇലക്ട്രോണിക്സിന്റെ എല്ലാ സാധനങ്ങളും താഴെ ഉണ്ടായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന കറണ്ട് മുഴുവൻ നമ്മൾ വലിച്ചിട്ട് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ ധാരാളം ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മൾ റിന്യൂവബിൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഇതിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇതൊന്നുമില്ല, ഇത് വെറും റിന്യൂവബിൾ മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അപ്പുറത്ത് ശങ്കരേട്ടന്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന പോലെയാണ്. അങ്ങനെയല്ല. ഊർജം നമുക്ക് കിട്ടുന്നതാണെങ്കിലും ഊർജം നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റിന്റെ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ധാതുക്കളും എല്ലാ ആവശ്യമായിട്ടുള്ള വസ്തുക്കളും പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ നന്നല്ലെങ്കിൽ ഇത് പലതും കിട്ടാതിരിക്കാനും നമ്മൾ മുൻപോട്ടേക്ക് പോകാതെ പിൻപോട്ടേക്ക് തന്നെ പോകാനും ഒറ്റ ഒരു സെല്ല് പോലും ഒരു സൗരോർജ്ജ പാനൽ പോലും വെക്കാതിരിക്കാനും ഒക്കെ ഇടങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ സൗരോർജ്ജ പാനലുകളിലൊക്കെ വളരെയധികം ബാക്ക്ഗ്രൗണ്ട് പിന്നാമ്പുറ കളികളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെങ്കിൽ ഏതാണ്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രൊവൈഡേഴ്സ് ആണ്. പ്രൊവൈഡേഴ്സ് ആരാണെന്ന് ഇവിടെ ഇല്ല, സപ്ലൈയേഴ്സ്. ഇപ്പൊ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ലിഥിയം സപ്ലൈ ചെയ്യുന്ന 3 ആളുകളാണ്. അവർ 2030 സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന കണക്കാണ്. അപ്പോ നിക്കൽ സപ്ലൈ, കൊബാൾട്ട് സപ്ലൈ, ഗ്രാഫൈറ്റ് സപ്ലൈ. അപ്പൊ സപ്ലൈ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി വരും വർഷങ്ങളിൽ കൂടുമെന്ന് പറഞ്ഞാലും ഇത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി കൂടുന്നത്. അത് മറക്കണ്ട. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റിയിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ക് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ കൂടിക്കൊണ്ടിരിക്കണം. 2010 നിന്ന് 2023 എത്തിയപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ ഏതാണ്ട് 10,000 ടെറാവാട്ട് അവറിലേക്ക് നമ്മൾ കൂടി. അപ്പൊ ഈ ടെറാവാട്ട് അവർ എന്ന് പറയുന്നത് ഇതൊരു യൂണിറ്റ് ആണ്. വളരെ ഹ്യൂജ് ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോ ഇതിനകത്ത് നോക്കുക, നമ്മുടെ ഈ 2010 നിന്നും ഈ സോളാർ ആണ് ഏറ്റവും അധികം
ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നത് സൗരോർജ്ജം. അതേസമയം വിൻഡ് അതൊപ്പം തന്നെ വളരുന്നുണ്ട്. ന്യൂക്ലിയർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. പല കൺട്രികളും ഇപ്പോഴും ന്യൂക്ലിയറിനെ ഒരു സംശയത്തോടെ കാണുന്നത് കൊണ്ടൊക്കെ വളരെ സേഫ്റ്റി വേണ്ടതായതുകൊണ്ടും ന്യൂക്ലിയർ കുറച്ച് ഒരു സംശയമായിട്ട് നിൽക്കുന്നത്. അത് ഏതാണ്ട് ഒരു കോൺസ്റ്റന്റ് ആണ്. ആരും പുതിയ ലാർജ് ആയിട്ടുള്ള പ്രൊജക്ടുകളൊന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് കമ്മിറ്റ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഇനി റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. അതേസമയം ഹൈഡ്രോയിലും ചെറിയ വളർച്ചയുണ്ട്. പക്ഷെ ഈ ഹൈഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മുടെ ഉള്ള ജല ഹൈഡ്രോ പവർ സ്റ്റേഷനുകളാണ്. ഇപ്പൊ നമുക്ക് ഇടുക്കിയിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ നമുക്കൊരു ബെനിഫിറ്റ് അല്ല ചെയ്യുന്നത്, കൂടുതൽ ദുരിതമാണ് ഉണ്ടാക്കുക. കാരണം അവിടുത്തെ എൻവയൺമെന്റിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിസ്ക് കൂട്ടുകയാണ് ഹൈഡ്രോ ചെയ്യുന്നത്. അപ്പൊ മൈക്രോ ഹൈഡ്രോ പ്രൊജക്റ്റുകളാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ റിന്യൂവബിൾ ആണ്, പക്ഷെ ക്ലീൻ എനർജി ഹൈഡ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ നമ്മൾ ഊർജ്ജത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാൾ, നമ്മളെ പോലെയുള്ള ആളുകൾ ഏറ്റവും അധികം കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ആഹാ, ഇലക്ട്രിക് ബൈക്ക് പോകുന്നു, ഇലക്ട്രിക് കാർ പോകുന്നു. അപ്പൊ നമുക്ക് തോന്നും അതുപോലെ ഇലക്ട്രിക് മറ്റേ എന്ത് പോകുന്നു, മറ്റേ ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ബാറ്ററി റൺ ആയിട്ടുള്ള ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോ മൊത്തം നമുക്ക് ചേഞ്ച് ഉണ്ടാവുന്ന പോലെ നമുക്ക് ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. 2024 എക്സ്പെക്റ്റഡ് ആണിത്. ഏതാണ്ട് 25% താഴെയാണ് നമ്മുടെ ലൈറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അത് കാറുകള് അല്ലെങ്കിൽ നമ്മുടെ ബൈക്കുകളൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാസഞ്ചർ വെഹിക്കിൾ ആയതുകൊണ്ടാണ്. കാരണം ഹെവി വെഹിക്കിൾസ് ഒന്നും ഇതുവരെയും ഇതിലേക്ക് വളരെ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ദൂരം ഓടേണ്ടതിന് ആവശ്യമുള്ള ചാർജിങ് സ്റ്റേഷനുകളൊന്നും ഇല്ലെങ്കിൽ ഓടാൻ പറ്റില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും 2050 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 50% മുകളിൽ 60% നമ്മുടെ മൊത്തം വെഹിക്കിൾ പ്രൊഡക്ഷത്തിന്റെ 60% either ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളുകളായിട്ട് മാറുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കൂട്ടൽ. അപ്പൊ നിങ്ങൾ കണക്കൂട്ടിക്കൊണ്ടിരുന്നോ ഞങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയല്ല അതിന്റെ ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഒരു വർഷം നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു 1,00,000 വെഹിക്കിൾ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ വരുന്ന 1,00,000 വെഹിക്കിളുകളും ഇലക്ട്രിക് വെഹിക്കിളായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഇനി ഉണ്ടാവുക. അതായത് നിങ്ങൾക്കൊരു സാധാ ഫുൾ ഡീസൽ അല്ലെങ്കിൽ ഒരു ഫുൾ പെട്രോൾ പോയി വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ ഉണ്ടാവില്ല. അപ്പോ അയ്യോ ഞാൻ പുതിയ ഇലക്ട്രിക് ഇതുവരെ വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ ഓർത്ത് വിഷമിക്കേണ്ട. ഇനി വരും കാലത്ത് മുഴുവൻ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് മാറാനുള്ള ഏതാണ്ട് 60% 2050 ആകുമ്പോഴേക്ക് തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കൂടുതൽ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളൊക്കെ വരും. ഇനി മറ്റൊന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴുള്ള കണക്കുകളെ കുറിച്ചാണ്, എനർജിനെ കുറിച്ചാണ്. ഇനി നമ്മുടെ ഊർജ്ജ ഭാവി എന്ന് പറയുമ്പോൾ നമ്മുടെ ഊർജ്ജം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഭാവി ഉണ്ടാകുന്നത്. ഇപ്പൊ മുൻപ് അപ്പൊ പലരും ചിലപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് ബാറ്ററി കാറായിരുന്നു, പണ്ട് ഇലക്ട്രിക് കാറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് സത്യമാണ്. ഒരു സമയത്ത് ഇലക്ട്രിക് കാറുകളുടെ ഒരു സർജ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദീർഘദൂരം ഓടാൻ പറ്റുന്നില്ല, അത്രയും ബാറ്ററി ഇല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് നിന്നുപോയത്. മാത്രല്ല അതിനെക്കാട്ടിലും ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ഇൻവെസ്റ്റ്മെന്റുകളും കൂടുതൽ നടന്നത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനുകളിലേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതൽ അതിന്റെ അവൈലബിലിറ്റി ഒക്കെ കൊണ്ട് അത് പെട്ടെന്ന് വന്നേ. അപ്പൊ അതേപോലത്തെ ഒരു സെനാരിയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ രാജ്യങ്ങൾ മുഴുവൻ ഫോഴ്സ്ഡ് ആവാണ്, കമ്പനികൾ ഫോഴ്സ്ഡ് ആവാണ് അവരുടെ പൈസ ക്ലീൻ എനർജിയിലേക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൈന സോളാറും വിൻഡിലേക്കൊക്കെ ഏതാണ്ട് 25% അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ബിൽഡിങ്സിലേക്ക് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള കണക്കുകളൊക്കെ കാണുന്നത് നമ്മുടെ
ഈ 2023 ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ, ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2023 ഇന്ത്യ ഏതാണ്ട് 100 ബില്യണോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. 2035 ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആവും. ഈ ഇൻവെസ്റ്റ്മെന്റ് ക്ലീൻ എനർജിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്തർ സോളാർ, അല്ലെങ്കിൽ വിൻഡ്, അല്ലെങ്കിൽ ബയോമാസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒക്കെയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്കാണ് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം തന്നെ ക്ലീൻ എനർജിയിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, ക്ലീൻ എനർജിയുടെ പൈസ കുറയും. അതാണ് ഇവിടെ കാണുന്നത്. സോളാർ പാനലുകളുടെ ഒക്കെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് $0.74 മില്യൺ നിന്ന് ഒരു മെഗാവാട്ടിന്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ നമ്മുടെ വീടുകളിൽ വെക്കുന്നതും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ചെറിയ ചെറിയ എമൗണ്ടുകളെ കുറിച്ചുള്ള കണക്കുകളല്ല പറയുന്നത്. ഇപ്പൊ മെഗാവാട്ട് ലേക്കൊക്കെ മെഗാവാട്ടുകളിലേക്കൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ മെഗാവാട്ട്, ഇത് മെഗാവാട്ടാണോ മില്യൺ വാട്ടാണോ എന്ന് ഞാൻ നോക്കാൻ മറന്നു. അതാണ് മില്യൺ മെഗാവാട്ട് ആയിരിക്കും. ഇപ്പൊ മെഗാവാട്ട് 0.74 നിന്ന് 0.18 കുറഞ്ഞിരിക്കുകയാണ്. വിൻഡ് ടർബൈന്റെ പൈസയും 2023, ഇത് ഒറിജിനൽ കണക്ക്, ഇത് എക്സ്പെക്ടഡ് കണക്കല്ല. 1 മില്യൺ USD നിന്ന് 0.8 കുറഞ്ഞു. ബാറ്ററി സ്റ്റോറേജ്, അതിന്റെ പൈസയും കുറഞ്ഞിരിക്കുകയാണ്. EV ബാറ്ററീസിന്റെ പൈസയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ എനർജിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുമ്പോൾ, അതിലെ റിസർച്ച് കൂടുമ്പോൾ, അത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പൈസ കുറഞ്ഞു വരും എന്നാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത്. ഇനി ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചെങ്കിലും ചില ഹാർഡ് ടു അബേറ്റ് സെക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ചില സെക്ടറുകളിൽ ഈ ഫോസൽ ഫ്യൂവലുകൾ അല്ലാതെ മാറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചില സെക്ടറുകളാണ് ഈ ഇൻഡസ്ട്രികളൊക്കെ. സ്റ്റീൽ ഇൻഡസ്ട്രികള്, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഏവിയേഷൻ, അതായത് മറ്റേ ഫ്ലൈറ്റ് അല്ലെങ്കിൽ കപ്പല്, ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കൂടുതൽ ദൂരം പോകാനുണ്ട്, കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അപ്പൊ അത്രയും എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഫ്യൂവലുകളാണ് അവർക്ക് വേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻഡസ്ട്രിയും ട്രാൻസ്പോർട്ടും. അപ്പൊ ഇൻഡസ്ട്രിക്കും ട്രാൻസ്പോർട്ടിനും പറ്റിയ ഒരു, ഇലക്ട്രിസിറ്റി കൊണ്ട് മാത്രം കാര്യം നടക്കില്ല എന്നുള്ള സെക്ടറാണ് ഇവര്. അപ്പൊ അവർക്ക് കാര്യം നടക്കണമെങ്കിൽ കുറച്ച് നമ്മുടെ പെട്രോൾ പോലെ തന്നെ കൂടുതൽ എനർജി ഡെൻസിറ്റി ഉള്ള, കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജം വേണം. അങ്ങനത്തെ ഒരു ഊർജ്ജമായിട്ട് നമ്മൾ കാണുന്നത് ഹൈഡ്രജനെയാണ്. കാരണം ഹൈഡ്രജന് ധാരാളം പെട്രോളിനെക്കാട്ടിലും എനർജി ഡെൻസിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പെട്രോൾ കൊണ്ട് എന്തൊക്കെ പെട്രോൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ. പക്ഷെ ഹൈഡ്രജൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ ഏതാണ്ട് മുഴുവൻ ഉണ്ടാവുന്നത് നമ്മുടെ പെട്രോളിയം റിഫൈൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ പെട്രോളിയം റിഫൈനിങ് എങ്ങനെയാണ് നടക്കുന്നത്. ഈ പെട്രോളിയം റിഫൈനിങ് നടക്കുന്ന സമയത്ത് ഇപ്പൊ വലിയൊരു ഹൈഡ്രോ കാർബൺ ചെയിനെയാണ് മുറിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പൊ ആ മുറിക്കുന്ന സമയത്ത് കുറച്ച് ഹൈഡ്രജൻ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരും. ഇത് കുറച്ചധികം ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജനാണ് ഇപ്പോ അതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒന്നുണ്ടാക്കുമ്പോൾ കൂടെ ഉണ്ടാവും, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ മതിയാവില്ല നമുക്കടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിന്. അത് മാത്രമല്ല, ഇതെന്തിനു വേണം, ഇത് കൂടുതൽ വേണം. ഇതിപ്പോ ഉള്ള അളവ് പോലെ കൂടുതൽ വേണം. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു 2 ഹൈഡ്രജനും, ഇതാണ് വെള്ളം, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനാണ്. ഇതിനകത്തുണ്ടല്ലോ ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. അപ്പൊ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആക്കാം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പൈസ കൂടുതലാണ്. ഏതാണ്ട് $8 to $10 വരെയാകും നമ്മൾ 1 ലിറ്റർ ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ രീതിയിൽ. പക്ഷെ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഡസ്ട്രികൾ റൺ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറഞ്ഞ പൈസയിൽ വേണം. അതായത് നമുക്ക് ഓയിലിന്റെ അത്രയും താഴെ ആയിട്ടില്ലെങ്കിൽ പോലും
ഏതാണ്ട് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈഡ്രജനെ ഈ മറ്റുള്ള ഈ ഹെവി ഇൻഡസ്ട്രികളിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ നമുക്ക് നോക്കാം, ഇത് ഇപ്പൊ ഏതാണ്ട് 2021 തൊട്ട് 2024 ആയപ്പോൾ തന്നെ ഹൈഡ്രജന്റെ ഗ്രോത്ത്, ഹൈഡ്രജൻ പ്രൊഡക്ഷന്റെയും യൂസിന്റെ ഗ്രോത്ത് ഏതാണ്ട് 50% ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇപ്പൊ നിങ്ങൾ നീലയിൽ കാണുന്നില്ല, ഈ നീലയിൽ കാണുന്നത് ഫോസിൽ ഫ്യൂവൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഹൈഡ്രജൻ ആണ്. ഇതാണ് റിന്യൂവബിൾ കൊണ്ടുള്ള. അപ്പൊ 2021 0.6 ആയിരുന്നു. ഇപ്പൊ നോക്ക്, ഇത് ഏതാണ്ട് 1% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. 0.6 നിന്ന് 1 എത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ റിസർച്ച് ഇവിടെ നടക്കേണ്ടതുണ്ട്. ഹൈഡ്രജന്റെ ഡിമാൻഡ് കൂടി വരികയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2030 ആകുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഡിമാൻഡ് വളരെയധികം കൂടും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെ നിന്നുള്ള ഹൈഡ്രജൻ, ഇത് ഹൈഡ്രജൻ എവിടെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഈ 2019 നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ, ട്രഡീഷണൽ ഹൈഡ്രജൻ നീല അല്ല ചോപ്പിലാണ് മൊത്തമുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 2019 ഉണ്ടാക്കിയിട്ടുള്ള ഹൈഡ്രജൻ ഏതാണ്ട് മുഴുവനും ഫോസിൽ ഫ്യൂവൽസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്, ഇൻഡസ്ട്രികളിലും റിഫൈനിങ്ങിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഹൈഡ്രജൻ യൂസേജ് നോക്കിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിലെ ഹൈഡ്രജന്റെ യൂസേജ് കാണാൻ പറ്റും. ചൈനയാണ് കൂടുതൽ, ഇന്ത്യ, അമേരിക്കയൊക്കെ കുറെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോ നേരത്തെ ഞാൻ സംസാരിച്ചല്ലോ, ഞാൻ ഈ പറയുന്നതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നേരത്തെ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ചില എഫിഷ്യൻസിന്റെ പ്രശ്നങ്ങളും ദീർഘദൂരം ഓടാനൊക്കെ പറ്റാണ്ടിരുന്നത് കൊണ്ട് നമ്മൾ കൂടുതലും പെട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ ഉണ്ടാക്കി. ആ എഞ്ചിനുകളായി നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള എഞ്ചിനുകൾ അത് ലോകം മുഴുവൻ എല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ അത് അന്ന് വളരെ നാച്ചുറൽ ആയിട്ട് ഒക്കെയാണ് നടന്നതെങ്കിലും ഇപ്പൊ നമ്മൾ ചില എഗ്രിമെന്റിലൂടെ, ഓഫ് ടേക്ക് എഗ്രിമെന്റിലൂടെ ലോ എമിഷൻ ഹൈഡ്രജൻ ബേസ്ഡ് ഫ്യൂവൽസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇവർ എന്തായാലും എന്ത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പല സ്ഥലത്തും എഗ്രിമെന്റ്, ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കും, ഓക്കെ, അല്ലെങ്കിൽ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹൈഡ്രജൻ ഉപയോഗിക്കും, കെമിക്കൽസ്, ഈ അതർ ഇൻഡസ്ട്രികൾ, റോഡ് ട്രാൻസ്പോർട്ട്, ഏവിയേഷനിലേക്കൊക്കെ 20% ഷെയർ ഹൈഡ്രജൻ ആക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പലതരം എഗ്രിമെന്റ്, അതിന്റെ ഒരു കണക്കാണ് ഈ കാണുന്നത്. 2023 പല ഇൻഡസ്ട്രികളും അതിനു വേണ്ടിയിട്ട് സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ കണക്കിലെടുക്കേണ്ടത്, നമ്മൾ കാണുമ്പോൾ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഹൈഡ്രജൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, ബെനിഫിറ്റ് ചെയ്യുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതൊരു കാറാണ്. ഈ കാറ് ഹൈഡ്രജൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊറോള ക്രോസ് ഹൈഡ്രജൻ പ്രോട്ടോടൈപ്പ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്തുള്ള എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഫ്യൂവൽ സെല്ലാണ് ഉപയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടാവും, അത് ഫ്യൂവൽ സെല്ലിൽ മറ്റു പ്ലാറ്റിനം ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് ആക്കി വെച്ചിട്ട് ഉപയോഗിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നേരിട്ട് ഹൈഡ്രജന് ഒരു കൺട്രോൾഡ് കമ്പസ്റ്റൻ നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അതിപ്പോ ഹൈഡ്രജൻ കൂടുമ്പോൾ മാത്രമേ ആളുകൾ ചർച്ച ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചർച്ച ചെയ്യാണ്. പക്ഷെ ഇതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പോയി പറയരുത്. നൈട്രജൻ ഉണ്ട് അന്തരീക്ഷത്തിൽ. അപ്പൊ നമ്മൾ വളരെ ഉയർന്ന ചൂടിൽ ഹൈഡ്രജൻ കത്തിയിട്ടാണല്ലോ ഊർജമായിട്ട് മാറുകയും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വെള്ളം ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് തന്നെ ഈ ഉയർന്ന ചൂടായതുകൊണ്ട് നൈട്രജൻ കൂടി കത്തിയിട്ട് നൈട്രസ് ഓക്സൈഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വളരെ ദോഷം ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടിലും അപകടകാരിയായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ കമ്പസ്റ്റൻ എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈഡ്രജൻ കാറുകൾ നിരത്തിലിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പെട്രോളിനെക്കാളും ഡീസലിനെക്കാട്ടിലും ഒക്കെ പെട്ടെന്ന് തീ പിടിക്കും. അങ്ങനത്തെ ചില സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിന്റെ പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗവേഷണം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മാർക്കറ്റിലേക്ക് വരുള്ളൂ. പക്ഷെ ഇറ്റ്സ് ഗ്രോയിങ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ കണക്കുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലെ, ഊർജ്ജം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച്,
വളരെ കൂടുതൽ ഊർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഊർജ്ജം കുറയ്ക്കണം എന്നൊക്കെ ഞാൻ കുറെ നേരം ഘോരമായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്കുള്ള കണക്കുകളൊക്കെ സത്യമാണ്. നമ്മൾ ശാസ്ത്രാത്യവേശത്തിന്റെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യാവസ്ഥയെ കുറിച്ച് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. അപ്പോ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുഴുവൻ വെൽത്തും ഒരു 2% ഓഫ് ആളുകളുടെ അടുത്ത് കോൺസെൻട്രേറ്റ് ആയിരിക്കും. അപ്പൊ ബാക്കി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടിയാണ് ബാക്കിയുള്ളത്. ഇതേ ഒരു കോൺസെപ്റ്റ് എനർജിയിലുണ്ട്. എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിലും പക്ഷെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ലോകത്തിന്റെ എനർജി കൺസംഷന്റെ ഒരു മാപ്പ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെയധികം എനർജി ഉപയോഗിക്കുന്നവരാണ് ഈ കറുപ്പിൽ കാണാം. അതിലാണ് ഇന്ത്യ ഉള്ളത്. കണ്ടോ, ഇന്ത്യ. അതുപോലെ തന്നെ നോക്കൂ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ നമ്മള് ഇന്ത്യനേക്കാൾ കുറവല്ലേ തോന്നുന്നത്. ഇപ്പൊ റഷ്യ നോക്കുക, ചൈന നോക്കുക, അല്ലെ? പക്ഷെങ്കില് ഇത് മൊത്തം ഉപയോഗമാണ്. പക്ഷെ നമ്മൾ പെർ ക്യാപിറ്റ കണക്കെടുത്തു കഴിഞ്ഞാല് കള്ളത്തരം പൊളിഞ്ഞു. നോക്കണം, പെർ ക്യാപിറ്റ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യന്റെ ഉപയോഗം നോക്കൂ. ഇന്ത്യ വളരെ കുറവാണ്. ഇന്ത്യ ആഫ്രിക്കൻ കൺട്രിക്ക് ഊർജ്ജത്തിന്റെ ഉപയോഗത്തിൽ വളരെ പിന്നിലാണെന്ന് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജത്തിന്റെ ഉപയോഗം കുറയ്ക്കൂന്ന് ഇന്ത്യയോട് പറയുന്ന പല രാജ്യങ്ങളും ഊർജ്ജ ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ കുറയുന്നത് പോലെയാണ് ഇവിടെ കാണുമ്പോൾ. പക്ഷെ ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഊർജ്ജം ഉപയോഗിച്ചേ മതിയാവും. പക്ഷെങ്കില് പല സമയത്തും ഇന്ത്യ ഭയങ്കര ഊർജ്ജ ഉപയോഗമാണെന്നുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷൻസിന് പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഇനി മറ്റൊരു കാര്യമാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഇലക്ട്രിസിറ്റി എടുക്കുക. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും 2000 പോലും ഏതാണ്ട് 1000 മില്യൺ ആളുകൾക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല. ഈ 2030 മാത്രമാണ് അവർക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്പർ കുറയുള്ളൂ. അവരുടെ നമ്പർ കുറഞ്ഞിട്ട്, അതായത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആളുകളുടെ നമ്പർ കുറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 100 മില്യൺ ഒക്കെ ആവണമെങ്കിൽ പോലും 2030 എൻഡിലേക്ക് എത്തണം. അതും ഇതുവരെ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രോബബിലിറ്റീസ് ആണ്. നമുക്ക് 2024 വരെയുള്ള കണക്കിൽ ഏതാണ്ട് കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആഫ്രിക്കയിൽ നോക്കുക, ആഫ്രിക്കയിൽ ഇലക്ട്രിസിറ്റി ആക്സസിബിൾ അല്ലാത്ത സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. ഡെവലപ്പിംഗ് ഏഷ്യയിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇലക്ട്രിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുള്ളത്. ഇനി അതേസമയം റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ ഈ ഏഷ്യന്റെ ആഫ്രിക്കന്റെ അത്രയൊന്നും എന്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആൾക്കാരില്ല. ഇത് കുറച്ച് റിവേഴ്സ് ആയിട്ടാണ് കണക്ക് എടുക്കുന്നത്. അതായത് ഈ കണക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാത്തവരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലീൻ കുക്കിംഗ്. എന്താണ് ക്ലീൻ കുക്കിംഗ്? അതായത് നമ്മൾ പൊതുവെ മലയാളികൾക്ക് ഒരു ചിന്തയുണ്ട്, എന്റെ അടുപ്പിൽ കുറച്ച് കഞ്ഞി അങ്ങോട്ട് വെച്ച് കുടിക്കാം അല്ലെ. പക്ഷെങ്കിൽ നമ്മുടെ അടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ അടുപ്പ്, അതായത് ചൂള എന്നൊക്കെ പറയുന്ന സാധനം നമ്മള് കുറച്ച് കരി തൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വിറക്, എന്റെ പറമ്പിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന വിറക്, മഴക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അമ്മമാരൊക്കെ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു നടക്കും. ഈ വിറക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് കത്തുമ്പോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള കത്തൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഈ ഇതിനകത്തൊക്കെയുള്ള വേറെ പല വസ്തുക്കളും കത്തിയിട്ട് എന്താണ് നൈട്രസ് ഓക്സൈഡ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് പലപ്പോഴും പുറത്തേക്ക് ഉണ്ടാവുക. ഇത് ശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് കരിയും ചാറ് പുകയൊക്കെ അടിച്ചിട്ട് പർട്ടിക്കുലേറ്റ് മാറ്ററും ഒക്കെ പുറത്തേക്ക് വരും. ഇത് നമ്മൾ ശ്വസിക്കുന്ന സമയം നമ്മുടെ ശ്വാസകോശമൊക്കെ കേടും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശ്വാസകോശ ക്യാൻസറുകളുടെ ഒക്കെ കണക്കെടുത്ത് കഴിഞ്ഞാല് ഈ ചൂള ഉപയോഗിച്ചിട്ട് അതിനെ ഊതി ഇത് കത്തിച്ച് അത് വലിച്ചു കയറ്റുന്ന ആളുകൾക്ക് ശ്വാസകോശം പ്രവർത്തിക്കാണ്ടിരിക്കുക, ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഇങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസറുകൾ വരാനൊക്കെ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞത്. അപ്പൊ ക്ലീൻ കുക്കിംഗ് ഇസ് എ റൈറ്റ്. അതായത് ഗ്യാസ് അടുപ്പില് കുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. പല ആൾക്കാരും ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ ക്യാൻസർ വരും, അതുകൊണ്ട് മറ്റേ പുറത്തുള്ള അടുപ്പില് തീ കൂട്ടി ഉണ്ടാക്കി. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ലീൻ കുക്കിംഗ്
ഉള്ള ആളുകളുടെ അളവ് ക്ലീൻ കുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ അളവ് കൂട്ടുക എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസിന്റെയും ലോകത്തിന്റെ മുഴുവനും തന്നെ ഒരു ലക്ഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും ചോദിക്കും എന്റെ പറമ്പിലുള്ള വിറക് ഞാൻ കത്തിച്ചുകൂടെയെന്ന്. കത്തിക്കരുതെന്നല്ല പറഞ്ഞ് കത്തിക്കുന്നതിന്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. കത്തിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് കത്തിക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുകഞ്ഞു കത്താതെ നന്നായി കത്തിക്കുക. അപ്പൊ അതിന് ചില അടുപ്പുകളൊക്കെ ഉണ്ട്, പരിഷത്തിന്റെ അടുപ്പുകളുണ്ട്. നിങ്ങൾ ഇപ്പൊ പരിഷത്തുകാർ കൂടുതൽ കേൾക്കുന്നതുകൊണ്ട് പല ആളുകൾക്കും അത് അറിയാം. പരിഷത്ത് അടുപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിന് സാധിക്കും, കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് കേരളത്തിലേക്കൊക്കെ വരാം. ടോക്ക് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാം ഉടനെ തന്നെ. നമുക്ക് ഇന്ത്യയുടെ ഒരു സമ്മറി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 50% ഓഫ് നമ്മുടെ ടോട്ടൽ പവർ ജനറേഷൻ കപ്പാസിറ്റിന്റെ ഇലക്ട്രിസിറ്റിയാണ് പറഞ്ഞത്. അത് 2030 ആകുമ്പോഴേക്കും ഇലക്ട്രിസിറ്റിയുടെ 50% റിന്യൂവബിൾ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 2024 തന്നെ നമ്മൾ 43% കപ്പാസിറ്റി ട്രാൻസിഷൻ നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ. പിന്നെ നമ്മൾ ഏതാണ്ട് 2 ലക്ഷം സർക്യൂട്ട് കിലോമീറ്റർ കോറിഡോർ നമ്മുടെ ഈ എനർജി ട്രാൻസ്മിഷൻ, അതായത് എനർജി പല സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോ. നമ്മൾ യഥാർത്ഥത്തിൽ 50%-ഓളം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ആയി കഴിഞ്ഞു. പക്ഷെ അത് നമ്മുടെ ഗ്രിഡിലേക്ക് എത്തിക്കാനും നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇല്ല. എല്ലായിടത്തും സാധനമായി. അപ്പൊ അതിനകത്തേക്കുള്ള ഗ്രീൻ അതുപോലെ ഇൻട്രാ സ്റ്റേറ്റ് ഇൻട്രാ കൺട്രി ഒക്കെ കോറിഡോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനർജി വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ, എനർജിയുടെ ഉപയോഗം കുറച്ച് നെറ്റ് സീറോ ആക്കണം എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അപ്പോ 2050 ഉള്ള നമ്മുടെ 2050 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓയിലിന്റെ ഉപയോഗം, കോളിന്റെ ഉപയോഗം ഒക്കെ കുറയും. സോളാർ വിൻഡിന്റെ ഒക്കെ ഉപയോഗം കൂടുന്നതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ഓയിൽ ഡിമാൻഡ് ഇപ്പോഴുള്ള കണക്കിന് കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മൾ ചില മെഷർമെന്റുകളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിന്റെ, നാച്ചുറൽ ഗ്യാസിന്റെ, കോളിന്റെ ഒക്കെ ഡിമാൻഡ് കുറയും. അതുപോലെ തന്നെ സീറോ എമിഷൻ കാറുകളുടെ സെയിൽ കൂടും. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഒക്കെ എമിഷൻ ഒക്കെ ലോ എമിഷൻ ഉള്ള ഇൻഡസ്ട്രികൾ കൂടും എന്നൊക്കെയാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 50%-ഓളം ഇലക്ട്രിസിറ്റി മിക്സിൽ 50% റിന്യൂവബിൾ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വാ അടിപൊളി കൊള്ളാം 50% ഇലക്ട്രിസിറ്റി നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതിനകത്ത് ചെറിയ പോയിന്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാണ്, ഈ 2024 കണക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകെ മൊത്തം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 3%. മൊത്തം ഊർജോപയോഗത്തിന്റെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വെറും 3%. ആ 3%-ന്റെ 1.5% ഈ റിന്യൂവബിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിന്യൂവബിൾ ആകെ മൊത്തം 1.5%. അപ്പൊ അത് നമ്മൾ കണക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേങ്കിൽ മുന്നോട്ടേക്ക് കുതിക്കുക തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ കണക്കുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണക്കുകളായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന അത്രയും രോമാഞ്ചം വരാത്തക്കത്തിലുള്ള ഡെവലപ്മെന്റുകൾ മൊത്തത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തില് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എനർജി കൺസംഷൻ, നമുക്ക് ഗ്യാസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി നമുക്ക് ധാരാളം ഹൈഡ്രോ പവർ പ്ലാന്റുകൾ ഉള്ളതാണ്. നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി അവിടുന്ന് വരുന്നുണ്ട്. പിന്നെ കൽക്കരിയിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഓയിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ ഉപയോഗം. ഇനി നമുക്ക് കേരളത്തിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്, ഏറ്റവും അധികം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് രംഗത്താണ്. ഏറ്റവും അധികം ഓയിലുകളും മറ്റും ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാൻസ്പോർട്ട് രംഗത്താണ്. കൊമേഴ്ഷ്യൽ രംഗത്ത് പോലും ഡൊമസ്റ്റിക്കിനെക്കാട്ടിലും കുറവാണ് ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻഡസ്ട്രികളും കൊമേഴ്ഷ്യലും ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ കേരളത്തിന് മൊത്തം എനർജി ഉപയോഗം 2031 ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലൊരു ഏതാണ്ട് ഒരു 25% കൂടും. അപ്പോ എല്ലാ എനർജി ഉപയോഗങ്ങളും എനർജിയുടെ ആവശ്യങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കും.
ഈ കൂടിക്കൊണ്ടിരിക്കുന്ന എനർജി ആവശ്യങ്ങളെ പരമാവധി റിന്യൂവബിൾ കൊണ്ട് മെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി മറ്റൊന്ന് നോക്കി കഴിഞ്ഞാല് ഈ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, അതായത് നമ്മുടെ ചൂട് കൂടുന്നതിനനുസരിച്ച് ചില കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ എന്തിനു കാരണമാവുന്നുണ്ട്? നമ്മുടെ ഈ റിന്യൂവബിൾ കപ്പാസിറ്റിനെ തന്നെ പിന്നോട്ടടിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ ആദ്യത്തെ ഗ്രാഫ് കാണിക്കുന്നത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഹൈഡ്രോ പവറിന് ഉണ്ടായിട്ടുള്ള പൈസയുടെ കൂടുതലാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കുറവ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂളിംഗ് ഡിമാൻഡ് കൂടിയത് കൊണ്ട്, അതായത് ചൂട് കൂടി, കാലാവസ്ഥ മാറ്റം വരുന്നത് പല സ്ഥലത്തും ഭയങ്കര ചൂടാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ എ സി ഉപയോഗിക്കും. എ സി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഉപയോഗത്തിന്റെ ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിഷ്യസ് സർക്കിൾ ആയിട്ട് ഇങ്ങനെ മാറാൻ പോവാണെന്നാണ് അതിന്റെ ഒരു അർത്ഥം. അതായത് കാലാവസ്ഥ കൂടും, നമ്മുടെ എനർജി ഉപയോഗം കൂടും. എനർജി ഉപയോഗം കൂടുമ്പോൾ നമ്മുടെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും നമ്മൾ തണുപ്പിക്കാൻ നോക്കും. അങ്ങനെ ഇതിന്റെ ഒരു ബ്രൈറ്റ് സൈഡ്, ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിനകത്തുള്ള ഒരു ബ്രൈറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി സെക്ടറിലുള്ള എംപ്ലോയ്മെന്റുകൾ കൂടുന്നതാണ് പ്രഡിക്ട് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഗ്രിഡ്, കൂടുതൽ സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ പോലുള്ള സ്റ്റോറേജ്, ബാറ്ററി സ്റ്റോറേജ്, ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കണം. ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെയുള്ള മാൻ പവർ വേണം. അപ്പൊ കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതുപോലെ വെഹിക്കിൾസ് ആണെങ്കിൽ ഈ വെഹിക്കിൾസ് ബാറ്ററീസിലൊക്കെ കൂടുതൽ എംപ്ലോയ്മെന്റ് ആവശ്യമുണ്ട്. ഈ എഫിഷ്യൻസി കൂടുതലുള്ള ഇൻഡസ്ട്രികളിലേക്കൊക്കെ കൂടുതൽ ഈ കണക്ക് മില്യൺ വർക്കേഴ്സിലാണ്. ഏതാണ്ട് 30-35 മില്യൺ ജോലിക്കാര് പവർ രംഗത്തും 15 മില്യൺ വെഹിക്കിൾ രംഗത്തും ഏതാണ്ട് 15ഓളം തന്നെ ഈ ഹീറ്റ് പമ്പ്സുകളുടെയൊക്കെ ഇതിലേക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ നെറ്റ് സീറോ എമിഷൻ, അതായത് നമ്മൾ എല്ലാ കാർബൺ എമിഷൻ, പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ വളരെ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്ട്രീം മെഷറുകൾ എടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 1.5, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും എന്തായാലും കുറച്ച് കൂടി നിൽക്കും, പക്ഷെ എന്നാലും 1.5 താഴെ എത്താൻ പറ്റും 2100 ആകുമ്പോഴേക്കും. പക്ഷേങ്കിൽ നമ്മൾ വലിയ മെഷറുകളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി 2 ഡിഗ്രീന്റെ മുകളിലെത്തുന്നതാണ് കാണിക്കുന്നത് 2100 ആകുമ്പോഴത്തേക്കും. അപ്പോൾ 2 ഡിഗ്രിയുടെ മുകളിലെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഡിഗ്രിയുടെ മുകളിലെത്തുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 തൊട്ട് 150 മില്യൺ വരെ ആളുകൾ റെഫ്യൂജി ആയിട്ട് മാറാനുള്ള സാധ്യതയാണ്. നമ്മുടെ ഫുഡ്, നമുക്ക് ജലം, കഴിക്കാനുള്ള ഭക്ഷണം, അത് ഒന്നുകൂടെ സാധ്യത. റീജിയണൽ കോൺഫ്ലിക്ട്സ് പറയുമ്പോൾ ഈ മറ്റേ ഊർജം വരുന്ന ഇടങ്ങളിലൊക്കെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനർജി കോറിഡോർസ് എന്ന് പറയുന്ന കടലിലൂടെ വരുന്ന പല ചുരുക്കി സ്ഥലത്തൊക്കെ അവിടെയുള്ള രാജ്യങ്ങളും പിന്നെ പല ബമ്പൻ രാജ്യങ്ങളും ഒക്കെ കടന്നു വന്ന് വാറുണ്ടാക്കാൻ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും യുദ്ധം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. വേറെ ചില സ്ഥലത്ത് ചില രാജ്യങ്ങൾ ആക്രമിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെയൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും, അവർ തമ്മിലുള്ള എന്തോ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണെന്ന്. പക്ഷെ ഇതൊന്നും ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആയിക്കൊണ്ടെന്നില്ല. നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് കൺട്രികളിൽ ഇറാനിൽ ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറാഖിൽ ആക്രമണം നടന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പാലസ്തീനിൽ ആക്രമണം നടക്കുന്നത്. ഇതിന്റെയൊക്കെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി കോറിഡോർ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി വരുന്ന ഒരു വഴി ഉണ്ടാവും, ഓയിൽ വരുന്ന ഒരു വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ലിഥിയം വരുന്ന ഒരു വഴി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പിടിച്ചടക്കാനും ഇതിന്റെ കൺട്രോൾ വെക്കാനൊക്കെ ആയിരിക്കും പല സമയത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊരു വാർത്ത കാണുമ്പോൾ ആ വാർത്ത മാത്രം കാണാതെ വാർത്തയുടെ പുറകിലുള്ളത് കൂടി കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ ടോക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമുക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മളെ രാജ്യത്തിന്റെ ഭരണകർത്താക്കളല്ല, ഗവൺമെന്റ് അല്ല, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എമിഷൻസ് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരുവനന്തപുരം വരെ നടന്നു പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് നടക്കാൻ പറ്റാവുന്ന ദൂരങ്ങളിലേക്കൊക്കെ പരമാവധി നടക്കുക, ചെറിയ ദൂരങ്ങൾ നടക്കുക, സൈക്കിൾ ഉപയോഗിക്കുക. പിന്നെ സൈക്കിൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെന്റാണ് സൈക്കിൾ പോകാനുള്ളൊരു പൊതുസ്ഥലങ്ങളിൽ സൈക്കിൾ ഉപയോഗിക്കണമെങ്കിൽ സൈക്കിൾ പോകാനുള്ളൊരു വഴി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആളുകൾ കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കും. അപ്പോൾ അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെങ്കിൽ, അങ്ങനെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം.
രണ്ടാമത്തത് എനർജി. ഇപ്പൊ നമ്മൾ എ സി ഉപയോഗിക്കരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷേങ്കിൽ എ സി ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാരും 18 ഡിഗ്രിയിൽ വെച്ചിട്ട് തണുത്തിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. 25 ഡിഗ്രിയിൽ നമുക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. 25 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എ സി വെക്കാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല കൂളിംഗ് റൂം ഒക്കെ ആക്കണം. നിങ്ങൾ എന്തായാലും മെഷീൻ ഒന്നും അല്ലല്ലോ തണുത്ത് വരച്ച് ഇങ്ങനെ മരച്ചിരിക്കാൻ. അപ്പൊ പിന്നെ 25 ഡിഗ്രിയിലൊക്കെ വെച്ചിട്ട് സമാധാനപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ നമ്മുടെ ചില സസ്റ്റൈനബിലിറ്റി 3 Rs എന്ന് ഞാൻ പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു പ്ലാസ്റ്റിക് ഒരു കവറല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ചില ആളുകൾ ജൂട്ടിന്റെ ബാഗാണ് ഞാൻ എല്ലാ ദിവസവും വാങ്ങുന്നത്, വളരെ സസ്റ്റൈനബിൾ ആണെന്ന് പറയും. പക്ഷെ അതൊട്ടും ശരിയല്ല. ഒരു ജൂട്ടിന്റെ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഒരു 10 കിലോഗ്രാം ആണെങ്കിൽ നിങ്ങൾ അതൊരു 10 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോഗ്രാം ആയിരിക്കും. അതായത് അത്രയായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു അത്രയാണെന്നാണ് അർത്ഥം. അതേസമയം നിങ്ങളൊരു പ്ലാസ്റ്റിക് ബാഗ്, നിങ്ങൾ സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് നിങ്ങളൊരു 100 തവണ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. ആ പറയുന്ന ജൂട്ട് ബാഗിനെക്കാട്ടിലും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ആ പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും. അപ്പൊ ബേസിക്കലി കൺസ്യൂമറിസം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക. നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു അത് കൂടുതൽ കാലം ഉപയോഗിക്കുക, കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുക, പരമാവധി റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പരമാവധി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപയോഗത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഭക്ഷണം, നമ്മൾ പരമാവധി ഭക്ഷണം ലോക്കലി റിസോഴ്സ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിക്കൻ കഴിക്കുക, ഇപ്പോൾ ചിക്കൻ നമ്മുടെ ലോക്കലി റിസോഴ്സ്ഡ് ആയിട്ടുള്ള കഴിക്കുക. അപ്പോൾ പല സ്ഥലത്തുനിന്നും നമ്മൾക്ക് ഈ ചോക്ലേറ്റ് ഒക്കെ വിദേശത്ത് നിന്ന് വരുന്ന ചോക്ലേറ്റ്, മറ്റേ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നത് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് നിർത്തും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറ്റ് വഴി നമുക്ക് ലോ കാർബണിലേക്ക് പോകാൻ പറ്റുക. പിന്നെ പല ആൾക്കാരും മരം വെട്ടരുതെന്ന് പറയും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് മരം വെട്ടരുതെന്ന്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മരം എന്ന് പറയുന്നത് ഒരു കാർബൺ ക്യാപ്ചേർഡ് ആയിട്ടുള്ള, പ്രകൃതിയുടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാർബൺ ക്യാപ്ചറിങ് ആണ്. മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക, എന്നിട്ടത് വെട്ടി വെക്കുക, നിങ്ങളുടെ ഫർണിച്ചർ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെങ്കിൽ ഈ മരം തന്നെ കത്തിക്കരുത്. മരം കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാർബൺ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും തിരിച്ചുവിടും. അപ്പൊ ഏറ്റവും നല്ലത് ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വെട്ടുക, വീണ്ടും വെച്ചുപിടിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മരം വെട്ടുമ്പോൾ ഒരു 100 മരം വെച്ചുപിടിപ്പിക്കുക. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ലോക്കലായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തുകളും നമ്മുടെ ഗവൺമെന്റുകളോടും ഒക്കെ സസ്റ്റൈനബിൾ മെഷേഴ്സ് എടുക്കാൻ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യും. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ബിഹേവിയറിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഏതാണ്ട് 50% കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും മുൻപേ എത്തിക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരുന്നാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. താങ്ക് യു. മാം നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നി. ഞാൻ അതിന്റെ പണ്ഡിതനൊന്നുമല്ല, പക്ഷെ ഞാൻ പറയാണ്, ഇന്ത്യയില് എനർജിയുടെ ഡിമാൻഡുകൾ, എനർജിയുടെ കൺസപ്ഷൻ കുറവാണെന്ന് പറഞ്ഞു. അത് കാരണം അത് മൂലം ഉണ്ടാവുന്ന കാർബൺ എമിഷനും കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ GDP ആണ്. ആ GDPയുടെ വലിയൊരു ശതമാനം എന്താ പറയാ വലിയൊരു ശതമാനം ഒരു വളരെ ചെറിയ പോപ്പുലേഷന്റെ കയ്യിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് മാത്രല്ല 60% കോളിൽ നിന്നാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ബോട്ടം 20% എടുത്ത് നോക്കുകയാണെങ്കിൽ കാർബൺ എമിഷനേ ഉണ്ടാവാത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ചിലപ്പോൾ കാണാൻ പറ്റും.
അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നതിൽ നിന്ന് ഇന്ത്യയെ വേറിട്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പൊളിറ്റീഷ്യൻസിനും പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒക്കെ ഈ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് കൺസേൺ ഇല്ലാണ്ടാവുകയും ഇന്ത്യ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ഈ മൂന്നാമത്തെ ഏറ്റവും വലിയ കാർബൺ എമിറ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഈ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതില് നമ്മള് ഒരു കാർബൺ എമിറ്റ് ചെയ്യാത്ത ഒരു തരത്തിലേക്ക് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കൊണ്ടുവരാൻ എത്ര കാലം പിടിക്കും? രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ചും, രണ്ട് ഓക്കെ, ആദ്യം പറഞ്ഞ കാര്യം ഞാന് ഇന്ത്യനെ കുറിച്ച് പറഞ്ഞാണ്. ഇന്ത്യ ഒരു എമിറ്റർ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പെർ ക്യാപിറ്റ എമിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഉപയോഗിക്കുന്ന ഊർജം കുറവാണെന്നാണ്. അതായത് നമ്മൾ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഊർജത്തിനെക്കാട്ടിലും വളരെ കൂടുതലാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇന്ത്യയിൽ കൂടുതൽ ആളുകളുണ്ട്, നമ്മുടെ എക്കണോമി വളർന്നേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വളർന്നിരിക്കുന്ന ഇപ്പൊ അമേരിക്ക ഇപ്പോഴും ഊർജത്തിന്റെ കാര്യത്തിലൊന്നും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കുറവ് വരുത്താൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് വരാതിരിക്കുക, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാതിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോ ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഈ ഇന്ത്യ ഈ കോപ്പ് കൺട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ വെച്ചിട്ടുള്ള എല്ലാത്തരം ട്രീറ്റുകളും സൈൻ ചെയ്യുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് അത് അക്കംപ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ഈ പറഞ്ഞതിന് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യ അത് കാണാതിരിക്കുന്നില്ല, അങ്ങനെയല്ല. പക്ഷെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യ ഒരു കുറ്റക്കാരൻ രാജ്യമാണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെങ്കിൽ അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അമേരിക്കയിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള അയാള് ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഒരു 500 യൂണിറ്റ്, ഞാൻ കുറച്ച് കൂട്ടി പറയാണ്, 500 യൂണിറ്റ് ആണ് നമ്മൾ വിചാരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 2-3 യൂണിറ്റ് മാത്രമേ. പക്ഷേങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ആൾക്കാർ ഏതാണ്ട് ഒരു 1200 ഏതാണ്ട് ഒരു 1.2 ബില്യൺ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഭയങ്കര എമിറ്റേഴ്സ് ആണെന്ന്, നമ്മൾ ഭയങ്കര എനർജി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അതിന്റെ സത്യമല്ല. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വികസനം വരണമെങ്കിൽ, അവിടേക്ക് ആവശ്യത്തിന് വികസനം വരണമെങ്കിൽ നമ്മൾ കൂടുതൽ ഊർജ്ജം ഉപയോഗിച്ചേ മതിയാവും. നമുക്ക് ഊർജത്തിന്റെ ആവശ്യങ്ങളുണ്ട്. ഊർജത്തിന്റെ ആവശ്യവും നമ്മുടെ എക്കണോമിയുടെ ഡെവലപ്മെന്റും ഏതാണ്ട് ഒരേ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ള ഡെവലപ്മെന്റും കൂടി പിന്നോട്ടടിച്ച് പോവുക എന്നുള്ളതല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഊർജ ഭാവി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അവരുടെ പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ കുറയ്ക്കണം. നമ്മുടെ പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കുറയ്ക്കുകയും കുറവുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് എനിക്ക് അത്ര കൂടുതലായിട്ട് അറിയില്ല. പക്ഷേങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനുകളും മറ്റും പല സ്ഥലത്തും ട്രെയിനുകളുടെ ഒക്കെ എക്സ്പെരിമെന്റിലൊക്കെ നടന്നതായിട്ട് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ നോക്കിയാലേ എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾ കമന്റിൽ വന്നിട്ടുണ്ട്. സുരേഷ് കണവ് എന്ന് പറഞ്ഞിട്ട് ആള്, ഭൂമിയുടെ താപനില പലരും പറയുന്നത് വ്യത്യസ്തമാണ്. 13.5, 14, ഇപ്പോൾ 15 എന്ന് പറയുന്നത് ഏതാണ് ശരി? അതായത് ഞാന് ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാസ്റ്റേഴ്സ് ക്ലാസ്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ബോൾട്സ്മാൻ ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ T⁴ ഈക്വൽ ടു എനർജി എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് -18 എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാൽക്കുലേഷൻ. അപ്പൊ അതിനകത്തു നിന്നുള്ള വേരിയേഷൻ കൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന 15 എന്ന് പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ പഠിച്ചതാണ്, പിന്നെ പല സ്ഥലത്തും വായിച്ചിട്ടൊക്കെയാണ്. ഇനി ചില വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 15 എന്നാണ് വായിച്ചിട്ടുള്ളതും ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതും ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ വേറെ ഏതെങ്കിലും 2-3 ആർട്ടിക്കിൾ റെഫർ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞു തരാം. ഇപ്പോഴല്ല, എന്റെ കോണ്ടാക്ട് ഉണ്ട്, അതിൽ ചോദിച്ചാൽ മതി.
പിന്നെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് താപനിലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള റേസ് ആണ് അത്. ഈ പറഞ്ഞ ഞാൻ കാണിച്ചിട്ടുള്ളത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. അത് നാസയുടെ ഡാറ്റ, അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റ. പിന്നെ വേറെ പലരും പല സമയത്തായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ കമ്പയർ ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. അപ്പൊ ആവറേജ് ടെമ്പറേച്ചറിന്റെ റൈസ് എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പക്ഷെ ഇത് നോക്കാവുന്നത്. വിജയൻ സിയിൽ ഇപ്പോൾ കാലം തെറ്റി പെയ്യുന്ന മഴ പ്രകൃതിയുടെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമായി കാണാൻ പറ്റുമോ? കൂടുതൽ ഒന്ന് അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം പ്രകൃതി അങ്ങനെ സെൻസോടെയാണ് ഈ കാലാവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലൈക്ക് ഒരു കോഗ്നിഷൻ ഉള്ളതിനല്ലേ അങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോഗ്നിഷൻ ഉള്ള ഒന്നാണ് ഭൂമിയെങ്കിൽ ഇപ്പൊ വലിയ പേമാരിയും അല്ലെങ്കിൽ കൊടുങ്കാറ്റൊന്നും വരുത്താൻ പാടില്ല. അപ്പൊ ആ കോഗ്നിഷൻ അല്ല, കാലാവസ്ഥ മാറ്റമാണെന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പൊ ഈവൻ എനിക്ക് പോലും പക്ഷെ അത്ര ചെറിയൊരു കാലയളവിൽ തോന്നാൻ പാടില്ലാത്തതാണ്. പക്ഷെങ്കിൽ ചൂട് തണുപ്പുണ്ടായിരുന്ന സമയങ്ങളിൽ വെച്ച് തണുപ്പ് കുറഞ്ഞതുപോലെയും ചൂടുണ്ടായിരുന്ന സ്ഥലത്ത് തണുപ്പുള്ളതുപോലെയും മഴ പെയ്യേണ്ടെന്നല്ലാത്ത സമയത്ത് മഴ പെയ്യുന്നതുപോലെയും കൂടുതലായിട്ട് മഴ പെയ്യുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് ചൂട് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ഡിഗ്രി ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ സന്തുലിതാവസ്ഥ മാറി. അപ്പൊ നമ്മൾ നേരത്തെ ആവിയാവുന്നത്രയും ആവിയാവുന്നത്രയും വെള്ളം ആയിരിക്കില്ല ആവിയാവുക. ചൂട് കൂടുമ്പോൾ വെള്ളം ആവിയാവുന്നത് കൂടും. അപ്പൊ മേഘങ്ങളിൽ വെള്ളം കൂടും. അപ്പൊ പെയ്യുമ്പോൾ കൂടുതൽ മഴ വരും. അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അപ്പൊ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് ശ്രമമായി കാണാൻ പറ്റാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് അങ്ങനെ പറ്റില്ല. 2, കൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ ഉപയോഗിച്ച് പുറന്തള്ളുന്ന ജലം വീണ്ടും സോളാർ പവർ ഉപയോഗിച്ച് പകൽ സമയത്ത് തിരിച്ച് പമ്പ് ചെയ്ത് ജലനിരപ്പ് നിലനിർത്താൻ ഡോക്ടർ RVG മേനോൻ ഒരു ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടത് വായിച്ചിരുന്നു. ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഈ നമ്മള് സോളാർ പവർ ഉപയോഗിച്ചിട്ട് ഈ സോളാർ പവർ എങ്ങനെ ഉപയോഗിച്ചിട്ടാണത് തിരിച്ച് പമ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത് ഞാൻ നോക്കാം. സോളാർ പവർ എന്നാ പിന്നെ ഈ സോളാർ പവർ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിച്ചാൽ പോരെ. അതൊന്നുണ്ട്. ഇനി അത് എഫിഷ്യന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ ആ വെള്ളം കയറ്റുന്നത് ആ സോളാറിൽ നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി എടുക്കുന്നതിനെക്കാട്ടിലും എഫിഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയും. ഇത് ബേസിക്കലി എഫിഷ്യൻസി ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള 2 വീലർ 4 വീലർ ഇവയൊക്കെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പം ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള 2 വീലറും 4 വീലറും വ്യാപകമായിട്ടില്ല. അതിന്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഞാനൊരു ഒരെണ്ണം കാണിച്ചിരുന്നല്ലോ, അത് തന്നെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളുകൾ മാത്രമാണ് പുതിയൊരു വാഹനമായിട്ട്, ഹൈബ്രിഡും ഇലക്ട്രിക് വെഹിക്കിളുകളും മാത്രമാണ് പുതിയൊരു ഇതായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഹൈഡ്രജന് ധാരാളം സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊക്കെ ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് തീരെ കുറഞ്ഞാൽ സസ്യങ്ങൾക്ക് പ്രശ്നമല്ലേ? അതെ, ഗോപകുമാർ ചോദിച്ച ചോദ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് തീരെ കുറഞ്ഞാൽ സസ്യങ്ങൾക്ക് പ്രശ്നമല്ലേ എന്ന്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു തീരെ കുറയ്ക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. പ്രകൃതിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നമ്മുടെ ഊർജ്ജോപയോഗം കൊണ്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ബാലൻസിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മള് 3600 ജൂളാണ് മൊത്തം ഉപയോഗം എന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അതിനകത്ത് എക്സാ ജൂൾ, അതിനകത്ത് 600 എക്സാ ജൂളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ 600 എക്സാ ജൂൾ നമ്മൾ തിരിച്ചെടുത്താലും ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അത്രയും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സുജാപ്തി, മൈക്രോ വിൻഡ് ടർബൈൻ പോസിബിലിറ്റീസ് ഒന്ന് പറയാമോ? മൈക്രോ വിൻഡ് ടർബൈനെ കുറിച്ച് തന്നെയാണല്ലോ ചോദിച്ചത്, ഹൈഡ്രോ അതിനെ കുറിച്ചല്ലല്ലോ. ഹ്യൂജ് വിൻഡ് ടർബൈനിന്റെ ഡിസൈനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല സമയത്തും പ്രശ്നങ്ങൾ കിടക്കുന്നത്. മൈക്രോ വിൻഡ് ടർബൈനുകൾ ഉണ്ട്. അതായത് ഞാൻ IIT മദ്രാസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല സമയത്തും ഈ മൈക്രോ വിൻഡ് ടർബൈനെ കുറിച്ചുള്ള
ഈ കാറ്റാടികൾ പോലത്തെ സാധനങ്ങളൊക്കെ പിടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ എപ്പോഴോ കേട്ടിട്ടുണ്ട്. വലിയ വിൻഡ് ടർബൈനുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു ഒരു വലിയ ഏരിയയിൽ വിൻഡ് ടർബൈൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. നിഴല്, അവിടെ പോകുന്ന വെജിറ്റേഷൻ, അവിടെ അതിൽ കൂടെ പോകുന്ന മറ്റു പക്ഷികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഒരു പൊതുവെ ഒരു നമ്മൾക്ക് തോന്നുമ്പോൾ അത്ര പ്രശ്നമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ്. പിന്നെ ഈ വലിയ വിൻഡ് ടർബൈന്റെ വിൻഡ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു എന്താ പറയുക, ഒരു പങ്ക, ഈ പങ്കയുടെ ഇത് പ്രധാനമായിട്ട് 3 എണ്ണമാണ് ഉണ്ടാവും ഒരു ടർബൈനിനകത്ത്. ഇപ്പൊ നമ്മളൊരു കാറ്റാടി പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരെണ്ണം ഒറ്റ ഒരെണ്ണം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു 10-15 ചക്രമൊക്കെ ഉള്ള ഒരു ലോറിയാണ് കൊണ്ടുപോകുക, അതിൽ ഒരു സാധനം കൊണ്ടുപോകാൻ. അപ്പൊ ഒരു മൊത്തം വിൻഡ് ടർബൈൻ കൊണ്ടുപോകാൻ ചിലപ്പോൾ 4 ലോറിയൊക്കെയാണ് ഒരു സ്ഥലത്തേക്ക് പോവുക. മാത്രമല്ല ഈ വിൻഡ് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും, ഏതെങ്കിലും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോവുക, അവിടെ പ്ലേസ് ചെയ്യുക, അത് അവിടെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നൊക്കെ പറയുന്നത് കുറച്ച്, അതാണ് ഏറ്റവും അധികം വലിയ ചെലവ്. പിന്നെ ഇതെങ്ങാനും ഇതിന് പിന്നെ വെയിറ്റ് കൂടുക, ചെറിയ ടിൽറ്റിങ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒടിഞ്ഞ് താഴേക്ക് വീഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 നില കെട്ടിടം വലിപ്പമുള്ള ഒരു സാധനം ഇങ്ങനെ ഒടിഞ്ഞ് താഴേക്ക് ഇങ്ങനെ വീഴും. അപ്പൊ മൈക്രോ വിൻഡ് ടർബൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇതിന്റെയൊക്കെ നീളമൊക്കെ കുറച്ചുകൊണ്ടിട്ടുള്ള വിൻഡ് ടർബൈനുകളെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിന് എത്രത്തോളം എനർജി ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അതായത് വലിയ വിൻഡ് ടർബൈൻ നമ്മൾ വിചാരിക്കുന്ന പോലെ കാറ്റാടി പോലെ ശിഷ്ണു കറങ്ങുമല്ല ചെയ്യാം. അത് വളരെ പതുക്കെ കറങ്ങാം, ഒരു കറക്കം 2 കറക്കം, അങ്ങനെ ഭയങ്കര പതുക്കെ. കാറ്റാടികളുള്ള സ്ഥലത്ത് നമുക്ക് പോകുമ്പോൾ കാണാൻ ചിലപ്പോൾ കൂടുതലായിട്ടും കറങ്ങും. പക്ഷെങ്കിൽ ഇതിന്റെ നീളം കുറയും തോറും നമുക്ക് ഊർജ്ജം ഉത്പാദിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും, ഊർജ്ജം കിട്ടാനുള്ള സാധ്യത. അപ്പൊ ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എവിടെയെങ്കിലും അപ്പൊ അതുപോലെ എത്ര ഉയരത്തിലും കാറ്റടിക്കുന്ന ഉയരം എന്താണ്, നമ്മൾ താഴെ നിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാറ്റ് അത്രയും കിട്ടുന്നുണ്ടാവില്ലല്ലോ, പക്ഷെ മുകളിൽ കാറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ പൊക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇത് നടത്താൻ പറ്റുള്ളൂ. അടുത്തത് DK എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ PDS ചോദിച്ചിട്ടുണ്ട്. ഞാന് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ട് ലൂക്കേന്റെ ആർട്ടിക്കിളിൽ ഇതിന്റെ മുഴുവൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ എനർജി ഏജൻസിന്റെ IEA 2024 റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഇതെല്ലാം ഉണ്ട്. ഇനിയിപ്പോ എന്റെ ഇത് ഞാൻ അയച്ചു തരണമെങ്കിൽ അയച്ചുതരാം. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് വാഹനങ്ങൾ വഴിയാണോ ഇൻഡസ്ട്രികൾ വഴിയാണോ എന്ന് വെച്ചാൽ രണ്ടും കൂടിയാണ്. ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് വാഹനങ്ങളും ഇൻഡസ്ട്രികളാണ്. അതായത് നമ്മൾ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്, ഇൻഡസ്ട്രിയുടെ ഉപയോഗം കൂടുതൽ. സോളാർ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാം, ഇപ്പൊ ഈ സിമന്റ് കട്ടകൾ വ്യാപകമായിട്ട് വീട്ടുമുറ്റത്ത്, സ്കൂളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇത് ചൂട് കൂടായിരുന്നില്ലേ? ഉണ്ട് ചൂട് കൂടാൻ കാരണമാവും. അതായത് ഈ നമ്മളെ വീടിന്റെ മുറ്റത്ത് ഇടുന്ന ഇതിന്റെ കളറ് ഒക്കെ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ മണ്ണെന്ന് പറയുമ്പോൾ മണ്ണ് കുറച്ച് വലിച്ചെടുക്കും, ചൂട് വലിച്ചെടുക്കും അല്ലേ? ഹലോ, നമ്മുടെ മണ്ണ് കുറച്ച് ചൂട് വലിച്ചെടുക്കും അല്ലെ? അതിന്റെ റിഫ്ലക്ഷൻ കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ, അതിനൊരു ഡാർക്ക് കളറല്ലേ മണ്ണിന്, അല്ലെ? മണ്ണ് നനഞ്ഞിരിക്കുമ്പോ കൂടുതൽ കറുത്തിരിക്കും അല്ലെ? മണ്ണ് നനയുമ്പോ കറുത്തില്ലേ? അപ്പോ നനവുള്ള മണ്ണ്, പുല്ല് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സൗരോർജ്ജത്തിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ തിരിച്ച് പ്രതിഫലിച്ച്, അതായത് ഇങ്ങനെ ഇപ്പൊ നമ്മള് കണ്ണാടിയിലേക്ക് ഒരു ലൈറ്റ് അടിച്ചാൽ തിരിച്ചു വരില്ലേ? അതേപോലെ നിലത്തേക്ക് അടിക്കുന്നെങ്കിൽ തിരിച്ചു വരുമോ? ഇല്ല. അതുപോലെയാണ്, അതാണ് വ്യത്യാസം. നമ്മള് ഇങ്ങനെ സിമെന്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടേക്ക് അടിക്കുന്നത് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പൊ ചൂട് നമ്മുടെ ആ മൊത്ത സ്ഥലത്തിന്റെ ചൂട് ഇങ്ങനെ കുറച്ച് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ആ സാധനം ഈ പറഞ്ഞിരിക്കുന്ന ഈ സിമെന്റോ അല്ലെങ്കിൽ സിമെന്റ് കൊണ്ട് ബേസ് ആ സാധനം ചൂടായിട്ട് അതിന്റെ ചൂടും വരും. അതേസമയം മണ്ണാണെങ്കിൽ എന്ത് വലിച്ചെടുക്കും? ഈ ചൂടും
അതുപോലെ തന്നെ ഈ രശ്മികളൊക്കെ വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ ഇതുണ്ടാവും. ഓക്കെ, താങ്ക് യു മാം. ഈ സോളാർ പമ്പുകളെ കുറിച്ച് നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചല്ലോ, എനിക്കത് വളരെ കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അത് നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് അതിന് മറുപടി പറയാത്തത്. ഞാൻ മറുപടി പറഞ്ഞാൽ ചിലപ്പം ഒരു അബദ്ധമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ഡയറക്റ്റ് സോളാർ പാനൽ വിത്ത് പമ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട് മാഡം. ഞങ്ങള് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വിത്ത് അതെ, അത് വെള്ളം, അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അതെ, വെള്ളം പമ്പയിനായിട്ട്. ഇതങ്ങനെയല്ല പറഞ്ഞത്. അതായത് വെള്ളം നമ്മുടെ താഴേക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ ഇടുക്കിയിലൊക്കെ താഴേക്ക് വെള്ളം ചാടി പോകുന്നുണ്ടല്ലോ, ആ വെള്ളം കറങ്ങി ടർബൈൻ കറങ്ങിയിട്ടാണല്ലോ കറണ്ട് ഉണ്ടാവുന്നത്. ആ വെള്ളത്തിന് തിരിച്ച് ടാങ്കിലേക്ക് അടിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട്. അതെ, അതിന്റെ ഒരു 20% 25% മാത്രമേ തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു സോളാർ പ്ലാന്റ് കപ്പാസിറ്റി നമ്മളവിടെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത്രയും ഏരിയ ഏക്കേഴ്സ് അല്ലെങ്കിൽ ഹെക്ടേഴ്സ് ലെവലിലേക്ക് പാനൽസ് വികസിപ്പിക്കേണ്ടി വരും. അപ്പൊ പിന്നെ അത്രയും സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എടുക്കുന്നതാണെങ്കിൽ 16% എഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ അതായിരിക്കില്ലേ ബെറ്റർ? അതാണ് എന്റെ ഡൗട്ട് കേട്ടോ. അതായത് അതുകൊണ്ട് വെള്ളത്തിനെ പൂർണ്ണമായും തിരിച്ചെത്തിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും വലിയൊരു എൻവയോൺമെന്റില് അങ്ങനെ ഒരു പാനൽസ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടത് നമുക്ക് ഈ ഈവനിങ്ങിലും നൈറ്റിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ മാത്രം ബേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പകൽ സമയത്ത് ഈ വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് കയറ്റുകയും രാത്രിയിൽ അത് കൂടുതലായിട്ട് പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരാശയമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ് ആ ആർട്ടിക്കിളിൽ കണ്ടത്. KSEB രണ്ട് ലൊക്കേഷനിലേക്ക് ടെൻഡർ വിളിച്ചതായിട്ട് കണ്ടു. പമ്പ്ഡ് സ്റ്റോറേജ് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റം. ശരി. ഈ പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റം സാറേ, ഇത് എന്തോ ഇത് നമ്മുടെ ഈ ഇത്രയും വലിയ സ്കെയിലാണോ അത് ചെറുതാണോ? അവിടെയുള്ള സാമാന്യം വലിയ സ്കെയിലാണ്. 2 ഡാം വേണ്ടി വരും, താഴെ ഒരു ഡാം മുകളിലൊരു ഡാം. അതുകൊണ്ട് RBG മേനൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ഇലക്ട്രിസിറ്റി ബോർഡ് അത് ചെയ്യാന്നുള്ളതിൽ ഇപ്പോൾ അതിന്റെ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം. നമ്മൾ പറയുന്നതാണ് RBG മേനൊക്കെ. അപ്പൊ അത് സോളാർ അതിനുവേണ്ടി വെച്ചിട്ടില്ല. പല സ്ഥലത്തും സോളാർ വഴിയും അതുപോലെ വിൻഡ് വഴിയൊക്കെയുള്ള എക്സസ് ഇലക്ട്രിസിറ്റി അത് വെച്ചിട്ട് തിരിച്ച് പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും. കാരണം അതിന്റെ എഫിഷ്യൻസി എന്തായാലും 100% ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും പമ്പ് സ്റ്റോറേജ് ഇപ്പോൾ ഉള്ള ഇതിനേക്കാൾ. എക്സ്പെൻസീവ് ആയിരിക്കും, കുറച്ച് ലാർജ് സ്കെയിൽ ആയിരിക്കും. നമ്മൾ ഒരു ഡാം താഴെ ഉണ്ടാക്കേണ്ടി വരും, 2 ഡാം മുകളിലും താഴെയും ഡാം വേണ്ടി വരും. അതെ, പക്ഷെ നമ്മുടെ ഈ പീക്ക് ലോഡിന്റെ ടൈമില് കൺസംഷൻ അതിനുള്ള പവർ ലഭ്യമാക്കാൻ വേണ്ടി ആലോചിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പം വലിയ വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമുണ്ട് ഇപ്പം കേരളം. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നത് പറഞ്ഞിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും പമ്പ് സ്റ്റോറേജ് വരുന്നതിന് ഈ കൺസെപ്റ്റിലായിരുന്നു. ഇപ്പം ഇതുമായിട്ടല്ല, ശരിക്കും വൈദ്യുതിയുടെ അവൈലബിലിറ്റി ബേസ്ഡ് താരിഫ് ആണല്ലോ. ഇപ്പം പീക്ക് ടൈമിൽ വരുന്ന ഉയർന്ന നിരക്കിന് കാരണം ആ സമയത്ത് ഡിമാൻഡ് കൂടുതലാണ്, ആ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ നിരക്കുള്ള സമയത്ത് അതൊരു എക്കണോമിക്കൽ ബേസിലാണ് ഈ കൺസെപ്റ്റ് വന്നത്. ഇപ്പം കുറഞ്ഞ വിലയുള്ള സമയത്ത് ഗ്രിഡിൽ നിന്ന് പവർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓപ്പോസിറ്റ്, അതായത് ജനറേറ്റർ ആയിട്ടുള്ളത് നേരെ മോട്ടറായിട്ട് വേണമെങ്കിൽ പറയാം, അത് തിരിച്ചത് പമ്പ് ചെയ്ത് എന്നിട്ട് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്ത് പീക്കില് ഹൈ റേറ്റ് ഉള്ള സമയത്ത് നമുക്ക് അവൈലബിലിറ്റി കുറവാണ്. ആ സമയത്ത് നമ്മൾ ഈ വെള്ളം തിരിച്ചൊഴുകിക്കൊണ്ട് ടർബൈൻ ആക്കി അതേ മോട്ടോർ ജനറേറ്റർ ആയിട്ട് മാറി ജനറേറ്റ് ചെയ്യാണ് ആക്ച്വലി ഈ കൺസെപ്റ്റ് മുൻകാലത്ത് വന്നത്. ഇപ്പൊ നമുക്ക് എക്സസ് വരുന്ന ഊർജ്ജം ഒക്കെ പകലത്ത് ഉപയോഗിച്ചിട്ട് രാത്രിയിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇതിനെ ചേഞ്ച് ആവുക ചെയ്തു. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ആലോചിക്കുന്നുണ്ട്. കാസർഗോഡ് മറ്റോ ചെയ്യാനാണ് പരിപാടി എന്ന് തോന്നുന്നു. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം, ലാർജ് സ്കെയിൽ ബാറ്ററി. ഈ പീക്ക് ലോഡ് എന്ന് പറയുന്നത് മറ്റേ സമ്മർ ടൈമിൽ അഡീഷണൽ വേണ്ടി വരുന്ന പീക്ക് ലോഡ്. അതെ, പിന്നെ ഈവനിങ് 6 to 9 ലോഡ് കൂടും. അതെ, ഇതിന് വ്യക്തമായിട്ട് ഉദാഹരണം ഈ ടെക്നിക്കലി പവർ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോ പവർ നമ്മുടെ കേരളത്തിന് എടുത്ത് പറഞ്ഞ ഹൈഡ്രോ പവറിൽ നമുക്ക് ഒരു ടേം ഉണ്ട്, ഫേം പവർ എന്ന് പറഞ്ഞിട്ട്. ഫേം പവർ
ആ ഫേം പവറും പ്ലാൻ കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് ഉത്തരം കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ പള്ളിവാസൽ പവർ ഹൗസ് 37.5 മെഗാവാട്ട് ആണ് അതിന്റെ സ്ഥാപിത ശേഷി. അതിന്റെ ഫേം പവർ 32.5 മെഗാവാട്ട് ആണ്. അതായത് 32.5 മെഗാവാട്ടിൽ 24x7 അല്ലെങ്കിൽ 24x365 കണ്ടിന്യൂസ് ഓടിക്കാവുന്ന വെള്ളം അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ അതേ സ്ഥാനത്ത് പിൽക്കാലത്ത് നടന്ന മൂലമറ്റം ഇങ്ങനെയുള്ള പ്രോജക്റ്റ് അല്ലെ ചെങ്കുളം ഇതിനൊക്കെ ഫേം പവർ ആക്ച്വൽ പ്ലാൻ കപ്പാസിറ്റി വളരെ ചെറുതാണ്. കാരണം അവിടെ കൂടുതൽ കപ്പാസിറ്റിയിലാണ് മെഷീൻ നിർമ്മിച്ച് വെക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്കിൽ വരുന്ന ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ മൂലമറ്റം 780 മെഗാവാട്ട് ആണ്. ഈ 780 മെഗാവാട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർഷത്തിന്റെ 3-ാം മാസം ഡാം പറ്റും. അപ്പൊ ശരിക്കും ഈ 780 മെഗാവാട്ട് റൺ ചെയ്യുന്നത് വൈകിട്ട് 6 മണി, കേരളത്തിലെ പീക്ക് 6 to 10, 10:30, 11 വരെയാണ്. ഈ സമയത്ത് നമ്മൾ ഈ പറയുന്ന 780 മെഗാവാട്ടും ഫുൾ ലോഡ് ഓടുകയാണ്. തിരിച്ച് 11 കഴിയുമ്പം നേരെ മെസ്സേജ് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ നേരെ റെഡ്യൂസ് ചെയ്തിട്ട് മിനിമത്തിലേക്ക് മാറും. ഈ ടേബിളിൽ നിന്ന് അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ ഓക്കെ, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും അറിയില്ല. കാരണം നമ്മൾ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് കേരളത്തില് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടേ. അതിപ്പം കേരളം പീക്ക് ഇതാണ്, തമിഴ്നാട് എടുത്ത് കഴിഞ്ഞാൽ മോർണിംഗ് വരും. അപ്പം അത് ഡിഫറെന്റ് ഗ്രിഡ്. ഇപ്പൊ താങ്കൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കേരളത്തില് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വരുന്നത് ഡൊമസ്റ്റിക് ആണ് മേജർ, കൊമേഴ്സ്യലും ഇൻഡസ്ട്രിയും കുറവാണ്. എന്നാൽ ഇത് നേരെ നമ്മൾ മഹാരാഷ്ട്ര എടുത്ത് തിരിച്ചു വരും, അതുപോലെ തമിഴ്നാട് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ വരുമ്പം അതാത് ഗ്രിഡിന്റെ തദ്ദേശീയമായിട്ടുള്ള അതിന്റെ കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിനെ നിയന്ത്രിക്കുന്ന കളമശ്ശേരിയിലെ LD ലോഡ് എക്സ്പാ സെന്റർ ആണ്. അവിടെ പോയാൽ അവിടെ നിന്ന് കൃത്യമായിട്ട് ഇത് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഓരോ 15 മിനിറ്റ്സിലും ഇത് കംപ്ലീറ്റ് അതിനൊരു സൈക്കിളിലേക്ക്. അപ്പൊ കേരളത്തിന്റെ നേച്ചറാണ് 6 to 10. അപ്പം നമ്മുടെ പീക്ക് അതാണ്. അപ്പൊ ഈ വൈദ്യുതി എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും പ്രസരണം ചെയ്യുകയും ഒരേ സമയത്ത് നടക്കേണ്ടതായതുകൊണ്ട് ഇതിന്റെ ഈ ഒരു പ്രക്രിയ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് പീക്ക്, ഓഫ് പീക്ക്, നോർമൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പീരീഡ് തിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എങ്ങനെ മീറ്റ് ചെയ്യാം, അതാണ് അതിന്റെ കറക്റ്റ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പവർ ഹൗസ് നിർമ്മിക്കുമ്പം ശേഷി കൂട്ടി നിർമ്മിക്കുക, ആക്ച്വലി ഉള്ള വെള്ളത്തെ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ പമ്പ് സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. ഇത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യക്ക് 40% ശേഷി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മൾ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കപ്പാസിറ്റിക്ക് അത് ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും മറ്റും വലിയൊരു പവർ പ്ലാന്റ് ഉണ്ട് സോളാറിന്റെ. പക്ഷെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ കറണ്ടും പവറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൺലൈനായിട്ട് ഗ്രിഡിലേക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആഴ്ച നമ്മൾ പറയണം അടുത്ത ആഴ്ച നമ്മൾ എത്ര ഉത്പാദിപ്പിക്കും, എത്ര കൊടുക്കുമെന്ന്. കാരണം നമ്മുടെ ഗ്രിഡിന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ ഗ്രിഡുകൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ റിന്യൂവബിള് മുഴുവനായിട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പിന്നെ പല സംസ്ഥാനങ്ങളിലും എക്സസ് എനർജി ഉണ്ട്. ഈ എനർജീനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാനുള്ള കോറിഡോറുകളും വളരെ ശക്തമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും കൂടുതൽ എനർജി ഉണ്ടാക്കിയാൽ പോലും ആ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് പല സമയത്തും. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ ഉണ്ടായിരുന്നത്. കാരണം കേരളത്തിലെ നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ആയത് നമ്മൾ ഈ ബിൽഡിംഗ് എക്സ്പാൻഡ് ചെയ്ത് പണിയുന്ന പോലെയാണ്. അപ്പൊ അത് കൊണ്ടുവരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ലൈൻ ഉണ്ടാവും, പക്ഷേ കപ്പാസിറ്റി കാണത്തില്ല. ഇപ്പൊ ഒരു 3000 മെഗാവാട്ട് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് തരാനുണ്ട്, പക്ഷെ നമ്മുടെ അവിടെ നിൽക്കുന്ന ലൈൻ അതിന് ശേഷി കാണത്തില്ല. അതാണ് നമ്മളിപ്പോ പവർ ഗ്രിഡിന്റെ കൂടംകുളം ബ്രഹ്മപുരം നമ്മുടെ ഈ അടുത്ത കാലത്ത് വലിച്ചുകൊണ്ടുള്ള കൂടംകുളത്തുനിന്ന് കണക്ട് ചെയ്ത് 400 kV അത് ശരിക്കും ഉദ്ദേശിക്കുന്ന പവർ കോറിഡോർ ആണ്. എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2000 മെഗാവാട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ലൈനുണ്ട്. അത് കൊണ്ടുവരാന്നുള്ളതാണ് ഓൾ ഇന്ത്യ ഈ ഗ്രിഡിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു അറ്റത്തുനിന്ന് മറ്റെൻഡിലേക്കൊക്കെ വളരെ വലിയ ഊർജ്ജം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ചൈനയൊക്കെ വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഷാങ്ഹായിൽ 3 ഗോൾസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ലോകത്തെ ഏറ്റവും വലിയ പവർ പ്രോജക്ട്. 22,500 മെഗാവാട്ട് ആണ് സിംഗിൾ ഹൈഡ്രോ പവർ പ്ലാന്റ്. ആ പവർ ഹൗസിൽ നിന്നൊക്കെ 6000-7000 മെഗാവാട്ട് ആണ് ഒറ്റ ടവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്കീം അത് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ വൈദ്യുതിയുടെ കാര്യക്ഷമത, നമ്മുടെ ട്രാൻസ്മിറ്റ് ലോസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു സ്കീം പ്രോജക്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രാജ്യവും ഇപ്പൊ നമ്മുടെ കേരളത്തിലായാലും പല ലൈനുകളും ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഒരു സംശയം. ഈ ഇടുക്കിയിലെ പള്ളിവാസൽ പവർ ഹൗസിലെ വെള്ളമാണ് ചെങ്കുളം ഡാമിലേക്ക് വീണ്ടും മോട്ടോർ വെച്ച് അടിച്ചു കയറ്റിയിട്ട് കല്ലാർകുട്ടിയിൽ വെള്ളത്തൂരിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം പവർ ഹൗസിലെ. അങ്ങനെയാണെങ്കിൽ മറ്റു ഡാമുകളിലെ വെള്ളവും ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ ഉപയോഗിച്ച് തിരിച്ചു കയറ്റി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? അത് പറഞ്ഞത് ഒരു കറക്റ്റ് ചോദ്യമാണ്. പക്ഷെ ഇത് പ്രശ്നം എന്താണെന്നറിയോ, ശരിക്കും ഇപ്പൊ പറഞ്ഞതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്.
ഈ പള്ളിവാസൽ പവർ ഹൗസിന്റെ താങ്കൾ ഉദ്ദേശിച്ച ചെങ്കുളം അല്ലെങ്കിൽ ചെങ്കുളം എന്ന് പറഞ്ഞ ഡാം, ഒരു കൃത്രിമ ഡാം ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ പമ്പ് ചെയ്തിട്ട് അത് തിരിച്ച് ചെങ്കുളം പവർ ഹൗസ് ഉത്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ പോയിന്റ് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് ഒരിക്കലും ഈ ആ പറഞ്ഞ ആശയത്തിലല്ല. പകരം 1940 പള്ളിവാസൽ പവർ ഹൗസ് നമ്മൾ സ്ഥാപിച്ച ഫസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഈ പവർ ഹൗസ് പണിത് പരമാവധി ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുതിരപ്പുഴയുടെ തീരത്ത് പണിതെടുത്തു നിന്ന് അന്ന് ചിന്തിക്കുന്നില്ല ഇത്രയും മുന്നോട്ട് ഇത്രയും വളർച്ച അല്ലെങ്കിൽ വൈദ്യുതി ഇത്രയും വലിയൊരു ആവശ്യമായിരിക്കുന്നത് കണക്കാക്കിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ ചെങ്കുളം 1954 മറ്റോ വന്നെന്നാണ് ഓർമ്മ. അപ്പൊ ഈ ചെങ്കുളം പവർ ഹൗസ് പണിയാൻ പ്ലാൻ ചെയ്ത സമയത്ത് അതിന് വേണ്ടിയിട്ട് പള്ളിവാസലിന്റെ ഹെഡ്, അതായത് 600 മീറ്റർ ശരാശരി പള്ളിവാസലിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഈ 600 മീറ്ററിന്റെ ടെയിൽ റേസിൽ നിന്നും വെള്ളം സ്വാഭാവികമായ ഗ്രാവിറ്റിയിൽ ഒഴുകി പോകാനുള്ള രീതിയിലല്ല. ഈ ചെങ്കുളം ഡാം നിൽക്കുന്നത് ഏതാണ്ട് 11 മീറ്റർ ഹൈറ്റിലാണ്. അപ്പൊ പള്ളിവാസലിന്റെ ടെയിൽ റേസിൽ നിന്നും 11 മീറ്റർ ഉയരത്തിലുള്ള ചെങ്കുളം ഡാമിലേക്ക് ഈ വെള്ളം എത്തുന്നത് ഒരു പ്രശ്നമായി. അങ്ങനെ വന്നപ്പം നമുക്ക് പവർ ഹൗസ് പൊളിച്ച് 11 മീറ്റർ മുകളിലേക്ക് ആക്കുക എന്ന് എളുപ്പമല്ലോ. അപ്പൊ അതുകൊണ്ട് 600 മീറ്റർ ഹെഡുള്ള പള്ളിവാസൽ പവർ ഹൗസിന്റെ ആ വൈദ്യുത ഉൽപാദനം, 600 മീറ്റർ ഹെഡിലാണല്ലോ ഹൈഡ്രോ, അതിൽ നിന്ന് നോക്കിയപ്പോൾ 11 മീറ്ററിന്റെ ഈ പള്ളിവാസൽ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളം ഏതാണ്ട് 8000 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. പള്ളിവാസൽ ഫുൾ ലോഡ് 7500 ലിറ്റർ മിച്ചം വരും. ഈ 7500 ലിറ്റർ പെർ സെക്കൻഡ് പള്ളിവാസൽ ട്രെയിലേഴ്സിൽ നിന്ന് പുറത്തു വരുന്നതിനെ ഉയർത്തി ഈ 11 മീറ്റർ ഉയരത്തിലിരിക്കുന്ന ചെങ്കുളം ഡാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1953 അല്ലെ ഈ ചെങ്കുളം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചതാണ് ചെങ്കുളം പമ്പ് ഹൗസ്. അവിടുന്ന് ഈ പറയുന്ന വെള്ളത്തെ ഈ 11 മീറ്റർ അങ്ങ് സംഭവിച്ചു പോയതാണ്. കാരണം 1935-40 പള്ളിവാസൽ പണിയുന്ന സമയത്ത് ഈ പറയുന്ന മുന്നോട്ട് വരാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചൊന്നും പരിഗണന കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് വന്നുപോയ എററാണ്. പക്ഷെ ഇപ്പോ നമ്മൾ ഈ മെയില് കേരള എനിക്കൊന്ന് നമ്മുടെ പള്ളിവാസൽ എക്സ്റ്റൻഷൻ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ആ എക്സ്റ്റൻഷൻ പ്രോജക്ട് എന്ന് പറയുന്ന 60 മെഗാവാട്ട് ആണ്. ആ 60 മെഗാവാട്ട് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന 11 മീറ്റർ പമ്പിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം പുതിയ പവർ ഹൗസ് പള്ളിവാസൽ ചെയ്തിരിക്കുന്നത് ഈ 11 മീറ്ററോടെ കണക്കാക്കിയിട്ടുള്ള ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. അപ്പൊ ആ പവർ ഹൗസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദനം കഴിഞ്ഞു വരുന്ന വെള്ളം നോർമൽ ഗ്രാവിറ്റിയിൽ തന്നെ ഈ ചെങ്കുളം ഡാമിലേക്ക് എത്തുന്നതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ചെങ്കുളത്തിന്റെ കേസിൽ ഈ പറയുന്ന രീതിയിലുള്ള വൈദ്യുതി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിലല്ല അത് വന്നത്. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഊർജ്ജത്തെക്കുറിച്ച് പറയുന്ന അടിസ്ഥാന തത്വം ഉണ്ടല്ലോ, ഊർജ്ജം നിർമ്മിക്കാൻ നശിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ ലോകത്ത് ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ ഊർജ്ജ രൂപത്തെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മൾ ഊർജ്ജത്തെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഉള്ളത് ഇന്നും ഉള്ളത് ടർബൈനുകളാണ്, വാട്ടർ ടർബൈനാണ്. ഇപ്പൊ നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ എന്നൊക്കെ പറയുന്ന ടർബൈൻ ഏതാണ്ട് 90, അതായത് 100 കിലോവാട്ട് വാട്ടർ പവർ ഇൻപുട്ട് കിട്ടിയാൽ 90 കിലോവാട്ട് കറക്റ്റ് ഡിസൈൻ ആണെങ്കിൽ 90 കിലോവാട്ട് ഷാഫ്റ്റ് തരാൻ പറ്റും. 10 കിലോവാട്ട് ലോസ് ഉണ്ടാവുള്ളൂ. ഇനി അത് നേരെ തിരിച്ച് പമ്പിലേക്ക് വരുമ്പം നമുക്ക് പരമാവധി എഫിഷ്യൻസി 50-60% കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഒരു 100 കിലോവാട്ട് വാട്ടർ പവർ ഡാമിൽ നിന്ന് എടുത്ത് 90 കിലോവാട്ട് ഷാഫ്റ്റിലാക്കി എടുത്തു എന്ന് വിചാരിച്ചാൽ ഇത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ 10 ഇടണം, പിന്നെ കൂടാതെ 40-50 കിലോവാട്ട് അഡീഷണൽ ഇടണം. അപ്പം നഷ്ടമാണ് ലാഭമാണ്. നമ്മൾ എവിടുന്ന് കൊണ്ടുവരും ഈ ഊർജ്ജം? അപ്പൊ അതുകൊണ്ട് ഈ വെള്ളം താഴേക്ക് പോയി തിരിച്ച് നമ്മൾ കയറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഊർജ്ജവും പ്ലസ് വന്ന ലോസും എല്ലാം കൂടെ ചേർത്ത് വേണം ചെയ്യാൻ. അപ്പൊ അത് ഒരിക്കലും പ്രായോഗികമല്ല. പമ്പിന്റെ എഫിഷ്യൻസി കുറവെന്ന് മാത്രമല്ല, ഇനി പമ്പിന് ടർബൈന്റെ ഈക്വൽ എഫിഷ്യൻസി ഉണ്ടെങ്കിലും നമ്മൾ 100-ൽ നിന്ന് 10 പോയിട്ടല്ലേ 90 വന്നേ. തിരിച്ച് ഈ 90 വീണ്ടും 100 കൊടുത്താലേ മുകളിൽ പോവുള്ളൂ. അപ്പം വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് 10-20 ഇടണ്ടേ? അപ്പൊ ഇതിന്റെ നേട്ടം എന്താ? അപ്പൊ അങ്ങനെ അതിന്റെ പ്രായോഗികതയിൽ നമുക്കത് പോസിബിൾ അല്ല. പക്ഷെ പമ്പ്ഡ് സ്റ്റോറേജ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റീസൺ. കാരണം വൈദ്യുതിക്ക് എപ്പോഴും ഒരേ വിലയല്ല, അതായത് ഡിമാൻഡ് ഡിഫറന്റ് ആണ്. അപ്പോൾ കുറഞ്ഞ വിലയുള്ള 3 രൂപ 2 രൂപ 1 രൂപയൊക്കെ ഉള്ളപ്പം നമ്മൾ ആ വൈദ്യുതി ഇങ്ങെടുക്കും, ഉപയോഗിക്കും. എന്ന് വെച്ചിട്ട് ഈ ടർബൈന് ജനറേറ്റർ മോട്ടറായിട്ട് വെള്ളം പമ്പ് ചെയ്ത് ഡാമിലടിക്കും. തിരിച്ച് വൈദ്യുതിക്ക് 10 രൂപയോ 15 രൂപയോ അല്ലെങ്കിൽ ആ ഒരു പൈസയ്ക്ക് കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതാണ് നമ്മുടെ സിസ്റ്റം. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വൈദ്യുതിയുടെ ഉപയോഗം കറക്റ്റായിട്ട് സ്റ്റേബിൾ ആണ്. നമുക്കത് സ്റ്റഡി ചെയ്യുന്ന സമയം അതാണ് ഈ LD ലോഡ് ഡിസ്പാഷനിലൊക്കെ നടക്കുന്ന കംപ്ലീറ്റ് പഠനം, ഇന്ത്യ ഗ്രിഡ്, സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗ്രിഡ് നടക്കുന്നത്. അപ്പോൾ അത് പ്രകാരം കൃത്യമായിട്ട് പ്ലാൻ ഉണ്ട്. അതിനനുസരിച്ചാണ് വൈദ്യുതി വാങ്ങുന്നതും വൈദ്യുതിയുടെ കരാറുകൾ ഒപ്പിടുന്നതും ഇതെല്ലാം വളരെ സങ്കീർണമായ സ്റ്റഡി നടക്കുന്നത്. ഇന്നിപ്പം സോഫ്റ്റ്വെയർ നമ്മുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എത്ര കാര്യക്ഷമമായിട്ട് അത് നടത്തുന്നു അത്രയും കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ അങ്ങനെയുള്ള വൈദ്യുതി ബോർഡിന്റെ ലാഭനഷ്ടങ്ങളൊക്കെ ഇവരുടെ വ്യക്തികളുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ പമ്പ്ഡ് സ്റ്റോറേജ് ഉദ്ദേശിക്കുന്നത്. അതായത് കുറഞ്ഞ സമയത്ത് വില കുറഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങി വെക്കുന്നു, അത് കഴിഞ്ഞ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ മാം, എനിക്ക് വീണ്ടും ഇപ്പൊ ഈ സ്റ്റോണിനെ കുറിച്ചാണ് സംശയം. ഇപ്പൊ ഈ നാച്ചുറൽ സ്റ്റോൺ സിമെന്റ് കട്ടയെ അപേക്ഷിച്ച് ചൂട് കൂട്ടുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണോ?
പ്രകൃതിക്ക് നാച്ചുറൽ സ്റ്റോണ് ദോഷം ചെയ്യുന്നുണ്ടോ? നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിലും നമ്മൾ പകൽ സമയത്ത് പ്രകൃതിക്ക് ഇപ്പൊ ദോഷമൊന്നും ചെയ്യുന്നില്ല നാച്ചുറൽ സ്റ്റോൺ. പക്ഷെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ നമ്മൾ എവിടുന്നെങ്കിലും കൊണ്ടുവരണ്ടേ വീടിന്റെ മുന്നിൽ ഇടാൻ വേണ്ടിട്ട്? നമ്മൾ ഏതെങ്കിലും പൊട്ടിച്ചിട്ട് വേണ്ട ഇത് കൊണ്ടുവരാൻ. അപ്പൊ ഒരു ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്തുള്ള ഒരു പാറ പൊട്ടിച്ച് നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ടിയൊക്കെ ഓടിയിട്ട് വേണ്ട ഇത് വരാൻ. നമ്മൾ വലിയ ട്രക്ക് ഓടിച്ച് അതിനകത്ത് ഒരു പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇപ്പോ കാസർഗോഡ് എന്നതുള്ളതെങ്കിൽ തിരുവനന്തപുരത്താണ് ഇടേണ്ടതെങ്കിൽ കുറെ അങ്ങനത്തെ ചില ചെലവുകളില്ലേ. അപ്പൊ അങ്ങനത്തെ ഒന്ന്. ഇനി നമുക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സ്റ്റോൺ കിട്ടുന്നതെങ്കിൽ അത് വീടിന്റെ മുന്നിൽ ഇട്ടു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടുന്നാണ് ആ പാറ പൊട്ടിച്ചത്, ആ പാറ പൊട്ടിച്ചത് കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ചില സ്ഥലത്ത് പാറയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാല് നമ്മുടെ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊന്ന്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ രണ്ടാമത്, ഈ പാറപ്പുറത്ത് കൂടെ ചൂടുള്ള സമയത്ത് നടക്കുമ്പോ നമ്മുടെ കാല് പൊള്ളില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുന്നിലിട്ടാലും നമ്മുടെ കാലും പൊള്ളും. പക്ഷെങ്കിൽ അത് ചൂട് സിമെന്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ശരി, താങ്ക് യു. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അപർണ വളരെ ലളിതമായും എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ, മുതിർന്നവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഈ വിഷയം നമ്മൾ കഴിഞ്ഞ വർഷം ലൂക്കയുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എനർജിയെ സംബന്ധിച്ച് വിശദമായ ഇത്തരം ചില ടോക്കുകളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ആ കോഴ്സിൽ പങ്കെടുത്ത ആളുകളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ചാർലി അടക്കമുള്ള ആളുകൾ, എല്ലാവർക്കും നന്ദി. ഈ ഒരു ചർച്ച വളരെ നന്നായി നടന്നു. അപ്പോ ഇന്നത്തെ അവതരണം നമ്മൾ യൂട്യൂബിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം ലേഖനങ്ങൾ ലൂക്കയിൽ നമ്മൾ മുന്നേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ എനർജിയെ സംബന്ധിച്ച് നമ്മളൊരു സീരീസ് ഓഫ് ആർട്ടിക്കിള് കഴിഞ്ഞ വർഷം ഒരു 6-7 ആർട്ടിക്കിൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MG സുരേഷ് കുമാർ, ശശി കോട്ടയിൽ, അങ്ങനെ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെയും കൂടി ലേഖനങ്ങൾ വായിക്കാവുന്നതാണ്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഏകദേശം 115 പേര് ലൈവായിട്ടുണ്ടായിരുന്നു അവതരണം കേൾക്കാൻ പല സമയങ്ങളിലായിട്ട്. എല്ലാവർക്കും നന്ദി. അപർണയ്ക്ക് പ്രത്യേകം നന്ദി. അപർണ ഗവേഷണം ചെയ്യുന്ന ഈ മേഖലയിൽ തന്നെയാണ് ഗവേഷണം ചെയ്യുന്നത്. ലൂക്ക തുടങ്ങുന്ന സമയം മുതൽ ലൂക്കയുടെ ഭാഗമായിട്ട് അപർണയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി. അവസരം തന്നതിന് വളരെ നന്ദി റിസ്വാൻ. താങ്ക് യു.